ചർച്ച ആരംഭിക്കുന്നു. ചിരിയുടെ കാതും കാമ്പും. ചിരിയുടെ കാതും കാമ്പും എന്ന വിഷയത്തിലുള്ള പാനൽ ചർച്ച ആരംഭിക്കുകയാണ്. ബാലസാഹിത്യകാരനും മികച്ച എഡിറ്ററുമായ ആർ ഗോപാലകൃഷ്ണനാണ് ഈ സെഷൻ്റെ അധ്യക്ഷൻ. കേരള സാഹിത്യ അക്കാദമിയുടെയും കേരള ലളിതകലാ അക്കാദമിയുടെയും സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ആർ ഗോപാലകൃഷ്ണനെ അധ്യക്ഷ പ്രഭാഷണത്തിനായി സവിനയം ക്ഷണിക്കുന്നു. നമസ്കാരം. വേദിയിലുള്ള ശ്രീ ജോസ് പനച്ചിപ്പുറത്തിനും ശ്രീ പൗലോസിനും വന്ദനം. അക്കാഡമിയുടെ സാഹിത്യോത്സവത്തോടനുബന്ധിച്ച് ഒരു മുഖ്യ സെഷനായിട്ട് ഹാസ്യസാഹിത്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യുന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. അത് കേൾക്കാൻ ധാരാളം ആളുകളുണ്ട് എന്നുള്ളതിലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നോവലും കവിതയും നാടകവും ഒക്കെ ശക്തമായ സാഹിത്യരൂപങ്ങളാണ്. പക്ഷേ ആനുകാലിക വിഷയങ്ങളിൽ പോലും പ്രതികരിക്കാൻ അസാമാന്യമായ ശേഷിയുള്ള, ശാശ്വതമായ മാറ്റങ്ങൾക്ക് കാരണമാക്കാവുന്ന ഒരു സാഹിത്യ പ്രയോഗമാണ്. കാരണം കവിതയിലുണ്ടാവാം, നോവലിലുണ്ടാവാം, നാടകത്തിലുണ്ടാവാം, എല്ലാത്തിലും ഹാസ്യമുണ്ടാവാം. ശ്രീ ജയരാജ് വാര്യരെ ഞങ്ങളുടെ ഒപ്പം ചേരാനായിട്ട് ക്ഷണിക്കുകയാണ്. അത്തരത്തിലുള്ള സവിശേഷമായ ഒരു സാഹിത്യ ഗുണമാണ് വാസ്തവത്തിൽ ഹാസ്യം. ഭാരതീയ ചിന്ത പ്രകാരം നമ്മുടെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹാസ്യം. നവരസങ്ങളിലൊന്നാണ് ഹാസ്യം. പാശ്ചാത്യ ലോകത്തും സാഹിത്യത്തിൻ്റെ അല്ലെങ്കിൽ ഹാസ്യത്തിൻ്റെ സവിശേഷതയെപ്പറ്റി നിരവധി പ്രമാണങ്ങളുണ്ട്. അതെല്ലാം ഉദ്ധരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കാൻ ഞങ്ങളാരും ആഗ്രഹിക്കുന്നില്ല. പരിഹാസത്തിൻ്റെ മാത്രമല്ല ഹാസ്യസാഹിത്യം, തീർച്ചയായിട്ടും പരിഹാസം മാത്രമല്ല. പക്ഷേ പരിഹാസവും പരിഹാസത്തിലൂടെയുള്ള പരിവർത്തനവും ഹാസ്യസാഹിത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ടൂൾ എന്ന് പറയാവുന്ന തരത്തിൽ മാറ്റം വരുത്താനുള്ള ഒരു ആയുധമാണ്. അതുകൊണ്ട് തന്നെ ഏത് സമൂഹത്തിലെയും അധികാരിവർഗം എന്ന് വെച്ചാൽ ഭരണവർഗം മാത്രമല്ല, ഏത് ഒരു സ്ഥാപനത്തിലാണെങ്കിൽ സ്ഥാപനത്തിൻ്റെ അധികാരിവർഗം, ഒരു കൃഷിയിടത്തിലാണെങ്കിൽ കൃഷിയുടെ അധികാരിവർഗം, ദൈവത്തിൻ്റെ മുമ്പിലാണെങ്കിൽ ദൈവം എന്ന അധികാരിവർഗം, ഏത് അധികാരിവർഗത്തെയും സത്യമുണർത്തിക്കുവാൻ ഏറ്റവും ശക്തമായ ഒരു മാധ്യമമായി വർത്തിക്കാറ് പരിഹാസത്തിലൂടെയോ അല്ലെങ്കിൽ സറ്റയറിലൂടെയോ കാര്യങ്ങൾ പറയുക. പരിഹാസത്തിൻ്റെ മറ്റൊരു രൂപമാണ് സറ്റയർ. വിറ്റ് എന്ന് പറയുന്നത് ഒരു നൈമിഷികമായ ഒരു തമാശ മാത്രമാണെങ്കിൽ, ഈ തരത്തിൽ സാഹിത്യത്തിൻ്റെ ആയുധം എന്ന നിലയിൽ ഹാസ്യം ഉപയോഗിക്കുന്നത് ഏറ്റവും ശക്തമായി ഇക്കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, പഴയ കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. മലയാളത്തിൽ ഹാസ്യത്തെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഉന്നതമായ വ്യക്തികളുടെ പേരുകളാണ് ആദ്യം ഓർക്കുക. കുഞ്ചൻ നമ്പ്യാരും BK-നും ഒക്കെ ഈ രംഗത്ത് ഏറ്റവും ഉന്നതമായ ഒരു ദീപസ്തംഭം പോലെ ഉന്നതമായ സ്ഥാനമാണുള്ളത്. പക്ഷേ അത് അവർ മാത്രമല്ല, പല നിരവധിയായ എഴുത്തുകാർ, അവരെ ഹാസ്യസാഹിത്യകാരന്മാർ എന്ന് പേര് വിളിച്ച് പറയാറില്ലെങ്കിൽ പോലും അവരുടെ കൃതികളിൽ, അവരുടെ രചനകളിൽ എല്ലാം അതിശക്തമായ പരിഹാസവും ഹാസ്യവും ഉപയോഗിച്ചിട്ടുണ്ട്. അയ്യപ്പ പണിക്കരെ പോലുള്ള കവികൾ, കടമ്മനിട്ടയെ പോലുള്ള കവികൾ, അതുപോലെ നിരവധി നാടകകൃത്തുകൾ, നോവലിസ്റ്റുകൾ, കഥാകാരന്മാർ എല്ലാവരും ഇത് ചേരുംപടി ചേർക്കുക എന്ന പറഞ്ഞതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഹാസ്യത്തിന് ഒരു മന്ദഹാസത്തോടു കൂടി ഒരു തെറ്റ് തിരുത്തുവാനുള്ള ശക്തി കിട്ടുന്നത് എന്നാണ് നമ്മുടെ ഈ ചർച്ചയുടെ ഒരു ഭാഗം. രണ്ട്, സമകാലിക ജനാധിപത്യ പ്രക്രിയയിൽ ഹാസ്യത്തോട് അധികാരിവർഗം എന്ന് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനെ പറ്റി മാത്രമല്ല, ഏതിൻ്റെയും അധികാരം കൈയാളുന്ന, ഏത് രംഗത്തെയും അധികാരം കൈയാളുന്ന വിഭാഗത്തെക്കുറിച്ചാണ്. അവരുടെ പ്രതികരണം എങ്ങനെയാണ്, അതിനോട് യഥാർത്ഥമായ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അഭ്യർത്ഥനയായി സ്വീകരിച്ച് സ്വയം നവീകരിക്കാനുള്ള തയ്യാറെടുപ്പ് അവർക്കുണ്ടോ, അതെയോ ഈ പരിഹാസത്തെ, കലാപരമായ ഈ പരിഹാസത്തെ പ്രതികാരത്തോടു കൂടി നേരിടുന്ന ഒരവസ്ഥയാണോ ഉള്ളത് എന്ന ഒരു ഭാഗവും ചർച്ച ചെയ്യുക. ഇതിൽ ഹാസ്യസാഹിത്യത്തിന് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള വ്യക്തികളാണ് എൻ്റെ കൂടെ ഉള്ളത്.
അത് രംഗത്ത് വളരെ പ്രയോജനകരമായ രീതിയിൽ ഉപയോഗിക്കുന്ന ജയരാജ് വാര്യർ എന്നോടൊപ്പം ഉണ്ട്. ഇവർക്കൊക്കെ അവരുടേതായ രീതിയിൽ ഇത് അവതരിപ്പിക്കാൻ കഴിയും. ഹാസ്യസാഹിത്യത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യം പ്രയോഗിക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി വർത്തമാനകാലത്ത് അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രതികരണത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ആ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ മാറ്റങ്ങളെ എങ്ങനെ നമുക്ക് അനുകൂലമാക്കി മാറ്റാം, അതായത് ഹാസ്യസാഹിത്യത്തിലൂടെ ലക്ഷ്യമാക്കുന്ന പരിവർത്തനത്തിന് അനുകൂലമാക്കി മാറ്റാം എന്ന വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഞാൻ ആമുഖമായിട്ട് ഇത്രയേ പറയുന്നുള്ളൂ. നമ്മുടെ കൂടെ ഈ രംഗത്ത് ഏറെ പരിചയമുള്ള അനേകം വ്യക്തികളുണ്ട്. അവർ സംസാരിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ഒരു വട്ടം കൂടി അതിനെക്കുറിച്ചുള്ള ഒരു സമ്മിങ് അതൊന്ന് ചേർത്ത് പറച്ചിൽ ഉണ്ട്. അത് കഴിഞ്ഞ് തീർച്ചയായും കാണികളുടെ ഇടയിൽ നിന്നുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനുള്ള ഒരു സമയമുണ്ടാകും. ആ രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യമായി ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനായിട്ട് ശ്രീ ജോസ് പനിച്ചപ്രത്തിനെ ഞാൻ ക്ഷണിക്കുകയാണ്. നമസ്കാരം. നമ്മളിവിടെ അധ്യക്ഷൻ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞതുപോലെ രണ്ടായിട്ട് നമുക്ക് ഹ്യൂമറിനെ കാണാൻ തോന്നുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ നിഷ്കളങ്കമായ ഹ്യൂമർ. പത്രത്തിൻ്റെയൊക്കെ ഒരു തലത്തിലേക്ക് വരുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമുക്ക് വേണ്ടി വരിക സറ്റയറാണ്. സറ്റയറിനെ പറ്റി പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, സറ്റയർ ഈസ് ഹ്യൂമർ ഫോർ ചേഞ്ച് എന്നാണ്. ഇപ്പോൾ ഇവിടെ മാറ്റത്തെപ്പറ്റി നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ, കാരണം നമ്മുടെ സമൂഹത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും നമുക്ക് ഒരുപാട് കാര്യങ്ങളെപ്പറ്റി നേരിട്ട് പച്ചയായി പറയുന്നതിന് പകരം അത് അല്പം ഫലിതം രൂപത്തിൽ പറഞ്ഞാൽ ഒരുപക്ഷെ നേരിട്ട് പറഞ്ഞു മാറ്റം വരുത്തുന്നതിനേക്കാൾ എളുപ്പമായേക്കാം എന്നുള്ളത് കൊണ്ടാവാം പ്രത്യേകിച്ചും ഈ പത്രപംക്തികളിലൊക്കെ ഈ സറ്റയറിന് ഒരു റോൾ ഉണ്ടായി വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിൽ എനിക്ക് നോട്ടീസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സറ്റയർ നേരത്തെ പറഞ്ഞ മാതിരി മാറ്റത്തിന് വേണ്ടിയുള്ള ഹാസ്യമാണെങ്കിൽ അത് അതേ വേവ് ലെങ്തിൽ സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരു സമൂഹവും ഒരു അധികാരി വർഗവും ഉള്ള സൊസൈറ്റിയിലാണ് ഇത് ഫലപ്രദമാകുക എന്ന് പറയാം. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഓവർ ദ ഇയേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ കാലം കഴിഞ്ഞു പോകുന്ന എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്, നമ്മൾ ഒരു കാലത്ത് കുഞ്ചൻ നമ്പ്യാരുടെയൊക്കെ കാലം തൊട്ട് നമ്മുടെ മലയാളിയുടെ ജീവിതത്തിൽ സാമൂഹിക ജീവിതങ്ങളിലൊക്കെ ഈവൻ കുടുംബജീവിതത്തിൽ പോലും നമുക്ക് നമ്മുടെ നോവലുകളൊക്കെ പഴയ നോവലുകളൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ കഥകളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ VK വായിക്കുമ്പോൾ ഒക്കെ നമ്മുടെ സംസാരത്തിൽ പോലും മലയാളിയുടെ അടിസ്ഥാന സംസാരത്തിൽ പോലും ഒരു ഫലിതം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ കുറച്ചൊക്കെ ഒരു ആക്ഷേപം സംസാരത്തിൽ കടന്നു വരുന്നു. അത് നമ്മുടെ ജീവിത സമീപനത്തിൻ്റെ തന്നെ ഒരു മുഖമായി മാറുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു പലപ്പോഴും. പക്ഷേ ഇപ്പോൾ ഈ സറ്റയറിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഹ്യൂമർ ഫോർ ചേഞ്ച് എന്ന് പറയുമ്പോൾ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി നമ്മൾ അത് വിമർശനാത്മകമായ ഫലിതം, വിമർശനാത്മകമായ ഹാസ്യം എന്ന് പറയുമ്പോൾ ഈ വിമർശനത്തെ മലയാളിയുടെ നമ്മൾ വലിയ സഹിഷ്ണുതയുള്ള ഒരു സമൂഹമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയൊരു പാരമ്പര്യമാണ് നമുക്കുള്ളതെന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും ആ സഹിഷ്ണുത ഇപ്പോൾ കുറച്ച് കാലങ്ങളായി അത് ക്രമേണ ചോർന്നു പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മുടെ അധികാരി വർഗത്തിലെ ഈ വിമർശനാത്മകമായ ഒരു ഫലിതം അല്ലെങ്കിൽ ഒരു കുറിപ്പ് വായിച്ചിട്ട് അതിലെ ഫലിതത്തിനുപരിയായ യാഥാർത്ഥ്യം കണ്ടറിഞ്ഞ് തിരിച്ചറിഞ്ഞ് അത് തിരുത്താൻ തയ്യാറായ ഒരുപാട് ആളുകൾ ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, കാരണം പല പാർട്ടിക്കാരും ഒക്കെ ഉള്ളതുകൊണ്ട് പേരുകളൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വളരെ കുറച്ചുകൂടെ പരിഷ്കൃതമായ ഒരു സമൂഹമായപ്പോഴത്തേക്കും ഈ ഫലിതത്തെ അല്ലെങ്കിൽ ആക്ഷേപഹാസ്യത്തെ സറ്റയറിനെ ഒക്കെ അതിൻ്റെ യഥാർത്ഥ സ്പിരിറ്റിൽ ഉൾക്കൊള്ളാതെ അത് അതൊരു കലാരൂപമായി പോലും അല്ലെങ്കിൽ അതൊരു സാഹിത്യരൂപമായി പോലും അംഗീകരിക്കാൻ തയ്യാറാവാതെ അങ്ങനെ കാണാതെ അത്
ആ, അസഹിഷ്ണുതയുടെ അതിനുവേണ്ടിയുള്ള ഒരു ഒക്കേഷനായി അവസരമായി മാറ്റുന്ന ആളുകളെ ധാരാളമായി നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അതൊരു പക്ഷേ എഴുത്തിൻ്റെ കുഴപ്പമാവണമെന്നില്ല, സാഹിത്യത്തിൻ്റെ കുഴപ്പമല്ല ആകണമെന്നില്ല, സറ്റയറിൻ്റെ കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മുടെ സമൂഹത്തിലെ കുറേ കാലമായി വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുമുള്ള അസഹിഷ്ണുത, അത് ഈ ആസ്വാദനത്തിലും അല്ലെങ്കിൽ നർമ്മവും ഹാസ്യവും ഫലിതവുമൊക്കെ സറ്റയറുമൊക്കെ ആസ്വദിക്കുന്നതിൽ പോലും ആ അസഹിഷ്ണുത കടന്നുകൂടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മുടെ സാഹിത്യത്തിൻ്റെ അല്ല, ചിരിയുടെ ഒരു ദൗർബല്യമാണെന്നും ഞാൻ പറയുന്നില്ല. അത് വാസ്തവത്തിൽ ആ ചിരിയുടെ ഈ കണ്ണും കാതുമൊക്കെ ആവുന്ന ഓഡിയൻസിൻ്റെ, അല്ലെങ്കിൽ ആ ഓഡിയൻസിനെ നിയന്ത്രിക്കാൻ പോലും ശക്തിയുണ്ടെന്ന് കരുതുന്ന ആളുകളുടെ സമീപനത്തിൽ വന്നിട്ടുള്ള ഒരു മാറ്റമാണ്. ആ മാറ്റം നമ്മുടെ സമൂഹത്തിന് നല്ലതാണോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ കുഞ്ചൻ നമ്പ്യാരുടെ കാലത്ത് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ ആക്ഷേപഹാസ്യ രൂപത്തിൽ പറഞ്ഞിരുന്ന, ലളിത രൂപത്തിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾക്കൊക്കെ പിറ്റേന്ന് അതിൻ്റെ ഒരു നിയമപരമായ നടപടിയാണ് അദ്ദേഹത്തിനെതിരെ സ്വീകരിച്ചിരുന്നെങ്കിൽ നമ്മുടെ സാഹിത്യത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ സമൂഹത്തിലുള്ള, നമ്മുടെ സൊസൈറ്റിയിലാകെ തന്നെയുള്ള ഒരു മാറ്റത്തിൻ്റെ പ്രതിഫലനമായി അത് കാണാം എന്നാണ് എനിക്ക് തോന്നുന്നത്, എന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. പിന്നീട് നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ദീർഘകാലം പത്രപ്രവർത്തകനായിരുന്ന ജോസ് പനച്ചിപ്ര ഉന്നയിച്ചിരിക്കുന്നത്. ഏത് സമൂഹത്തിലാണെങ്കിലും ആ സമൂഹത്തിൽ ഒരു കലാരൂപം അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് സ്വീകരിക്കപ്പെടുന്നുണ്ടോ എന്ന ഒരു ചർച്ച വളരെ പ്രധാനമാണ്. ഈ വിഷയത്തിൽ അടുത്തതായി സംസാരിക്കുന്ന ശ്രീ പൗലോസാണ്. അദ്ദേഹത്തിന് ഞാൻ ക്ഷണിക്കുന്നു. ഈ ചിരിയുടെ കാതും കാമ്പും, അതിനൊരു രാഷ്ട്രമീമാംസയുണ്ടെങ്കിൽ അത് ജനാധിപത്യമാണ്. ജനാധിപത്യമാണ് അതിൻ്റെ കാതൽ. ചിരിക്കുക, ചിരിപ്പിക്കുക. ഈ ചിരിക്കലും ചിരിപ്പിക്കലും മാത്രമാണ് ഹാസ്യം എന്നെനിക്ക് തോന്നുന്നില്ല. നമ്മുടെ മുഖത്തൊരു പ്രസന്നഭാവം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. ആ ഒരു പ്രസന്നഭാവം ഉണ്ടാകണമെങ്കിൽ, പ്രസന്നതയോടെ കാര്യങ്ങൾ കാണാൻ കഴിയണമെങ്കിൽ അതിനെപ്പോഴും ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാവണം. കഫേ യൂറോപ്പ എന്ന് പറഞ്ഞ ഡാക്കോവിച്ച് എന്ന ഒരു എഴുത്തുകാരി ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിച്ചു. ഒരിക്കൽ ഗ്ലാസ് നെസ്റ്റൊക്കെ വരുന്നതിന് മുമ്പാണ് ഇവർ സന്ദർശിക്കാൻ പോയത്. അവർ ബൾഗേറിയ സന്ദർശിച്ചു, യുഗോസ്ലാവിയ സന്ദർശിച്ചു, റുമാനിയ സന്ദർശിച്ചു, ചെക്കോസ്ലാവാക്യ സന്ദർശിച്ചു. അപ്പോൾ ഇവർ റുമാനിയയിൽ വെച്ച് ഇവർക്കൊരു അനുഭവം ഉണ്ടായി. ഇവർക്ക് പെട്ടെന്ന് നെഞ്ചുവേദന വന്നു. നെഞ്ചുവേദന വന്നു കഴിഞ്ഞപ്പോൾ ഇവരെ ആശുപത്രിയിൽ പോയി. ആശുപത്രിയിൽ കാഷ്വാലിറ്റി ചെന്നു. ഭയങ്കര പരുഷമായാണ് കാഷ്വാലിറ്റിയിലുള്ളവർ പെരുമാറുന്നത്. അവർ പറഞ്ഞു എക്സ്റേ എടുക്കണം എന്നവർ പറഞ്ഞു. എക്സ്റേ റൂമിലേക്ക് പോയി. എക്സ്റേ റൂമിലും ഭയങ്കര പരുഷമായിട്ടാണ് ഇവർക്ക് കിട്ടിയ ഒരു അനുഭവം. അപ്പോൾ ഇവർ തിരിച്ചു വന്ന് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ എനിക്ക് കിട്ടിയത് വളരെ പരുക്കനായ ഒരു അനുഭവമാണ് എനിക്ക് കിട്ടിയത്. ഇവർ ന്യൂയോർക്കിൽ ചെല്ലുന്നു. ന്യൂയോർക്കിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി. വളരെ ചിരിച്ചുകൊണ്ട് അവർ ഈ ഉപഭോക്താവിനെ സ്വീകരിച്ചു. അവർ കടയിൽ ചെന്നു, സാധനങ്ങൾ വാങ്ങി. അവർ ചിരിച്ചുകൊണ്ട് തന്നെ യാത്ര അയച്ചു. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ അവർ എന്തോ മറന്നുപോയി. വീണ്ടും എടുക്കാൻ ചെന്നു, വീണ്ടും ചിരിച്ചു, വീണ്ടും അവർ യാത്ര പറഞ്ഞു. അപ്പോൾ ഈ ഡാക്കോവിച്ച് പറയുന്നുണ്ട്, ഈ ചിരി മുഴുവൻ വ്യവസായമാണ്, ഈ ചിരി മുഴുവൻ മാർക്കറ്റിംഗ് സൈക്കോളജിയാണ്. പക്ഷേ നമ്മളെപ്പോഴും ചിരിക്കുന്ന ഒരു മുഖത്തോടു കൂടിയാണ് നമ്മൾ സ്വീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ എനിക്ക് ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് അങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ സ്വീകരിക്കുന്ന ഒരു അനുഭവം എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അവർ പറയുന്നത് അവർ ചിരിക്കാൻ അറിയാൻ പാടില്ലാത്തവരൊന്നുമായിരിക്കില്ല. പക്ഷെ അവർ ജീവിതത്തിൽ വേറൊരു ലക്ഷ്യം സെറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങോട്ടേക്കെത്താതെ അവർ ചിരിക്കാനാവില്ല എന്ന് സ്വയം തീരുമാനിച്ചിരിക്കുന്നു. അന്തിമമായ വിജയത്തിന് ശേഷമാകണം ചിരി എന്നവർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആയിരിക്കും
അവരൊരു പക്ഷേ ചിരിക്കാത്തതാണ് എന്നവർ പറയുന്നു. അവർക്ക് ചിരിക്കേണ്ട സന്ദർഭമായിട്ടില്ല. ഏകാധിപത്യത്തിൻ്റെ നാട്ടിൽ അങ്ങനെയാണല്ലോ. ഏകാധിപത്യത്തിൻ്റെ നാടുകളിൽ ഇപ്പോൾ അധികാരം വ്യക്തിയിൽ കേന്ദ്രീകരിക്കുമ്പോൾ വ്യക്തിയുടെ സൗജന്യമോ ഔദാര്യമോ ആണ് പലപ്പോഴും ചിരി. ഹിറ്റ്ലറിനെ കുറിച്ചുള്ള ഒരു കഥ ഉണ്ട്. ഹിറ്റ്ലർ വേഷപ്രച്ഛന്നനായി ഹിറ്റ്ലർ സിനിമ കാണാൻ ചെന്നു. വേഷപ്രച്ഛന്നനായി സിനിമ കാണാൻ ചെല്ലുന്ന ഹിറ്റ്ലർ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഹിറ്റ്ലറിൻ്റെ ചിത്രം കാണിച്ചിട്ട് ഒരു ഗാനം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എഴുന്നേൽക്കും. എല്ലാവരും എഴുന്നേറ്റപ്പോൾ ഹിറ്റ്ലർ എഴുന്നേറ്റില്ല. അപ്പോൾ തൊട്ടിപ്പുറത്ത് എഴുന്നേറ്റ് നിന്ന ആൾ ഹിറ്റ്ലറെ തോണ്ടിക്കൊണ്ട് പറയുന്നുണ്ട്, എഴുന്നേറ്റ് നിൽക്കുക, പിശാചെങ്ങാനും പറഞ്ഞാൽ കൊന്നുകളയും എന്നാണ്. ഇത് അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു രോഷമാണ്. മറ്റൊരു കഥ കൂടിയുണ്ട്. നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ആളുകളെ ഇങ്ങനെ ഫയറിംഗ് റേഞ്ചിൽ നിർത്തിയിരിക്കുകയാണ്. കൊല്ലുകയാണ്, ഓരോരുത്തർ വെടിവെച്ച് കൊല്ലുകയാണ്. കൊന്നുകൊണ്ടിരിക്കുന്ന പോലീസുകാരനെ പെട്ടെന്ന് അതിൻ്റെ കമാൻഡൻ്റ്, അതിൻ്റെ സുപ്പീരിയർ പെട്ടെന്ന് പോലീസുകാരോട് പറഞ്ഞു നിർത്താൻ പറഞ്ഞു. നോക്കിയപ്പോൾ അയാൾ അടുത്തതായി ഉന്നം വെച്ചിരിക്കുന്ന മനുഷ്യൻ, അടുത്തതായി കൊല്ലപ്പെടേണ്ട ആൾ, ഇയാൾക്ക് തോന്നി അയാൾ ഒരു ആര്യനാണോ എന്ന് ഇയാൾക്കൊരു സംശയം തോന്നി. യഹൂദന്മാരെയാണ് കൊല്ലുന്നത്, ഇനി കൊല്ലാൻ പോകുന്നത് ഒരു ആര്യനെയാണോ എന്ന് ഇയാൾക്ക് സംശയം തോന്നി. അപ്പോൾ അതുകൊണ്ട് ആര്യനെ കൊല്ലാൻ പാടില്ലല്ലോ, ശുദ്ധ ആര്യരക്തത്തിൽ ജനിച്ചവർക്കാണല്ലോ അവിടെ ഭരിക്കാനുള്ള അവകാശം. അതുകൊണ്ട് അയാൾ ഒന്നുകൂടി പരീക്ഷിക്കാം എന്ന് വിചാരിച്ചു ഇയാളെ. എന്നിട്ട് ഈ കൊല്ലപ്പെടേണ്ട ആളത്ത് ഈ കമാൻഡൻറ്റ് ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ കണ്ണിൽ ഒരെണ്ണം, എൻ്റെ കണ്ണിൽ ഒരു കണ്ണിനകത്ത് ഗ്ലാസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ കണ്ണ് ഏതാണെന്ന് പറയാവോ എന്നാണ് ചോദ്യം. അയാൾ ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു ഇടത് കണ്ണാണ് എന്ന് പറഞ്ഞു. പെട്ടെന്ന് കമാൻഡൻ്റ് അമ്പരന്നു. അയാൾ ചോദിച്ചു ഇതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു ആ കണ്ണിനാണ് മനുഷ്യഭാവം, ആ കണ്ണിനാണ് മനുഷ്യൻ്റെ ഭാവമുള്ളത് എന്ന് പറഞ്ഞു. ഇതൊരു ഫലിതമാണോ അഥവാ നമ്മളെ പൊള്ളിക്കുന്ന ഒരു അനുഭവമാണോ എന്നറിയില്ല. പക്ഷേ അമർത്തിപ്പിടിച്ചത് തന്നെ സ്റ്റാലിൻ്റെ കാലത്തും സോവിയറ്റ് യൂണിയനിലുണ്ട്. സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷമാണ് ഒരുപാട് ഫലിതങ്ങൾ അവിടെ നിന്ന് പുറത്തു വന്നത്. അതിൻ്റെ അർത്ഥം അതിൻ്റെ അകത്ത് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനത ഒരു പ്രതിഷേധം എന്ന രീതിയിലോ ഒരായുധം എന്ന രീതിയിലോ അവർ അമർത്തിപ്പിടിച്ച് ചിരിച്ചിരുന്നു എന്നുള്ളതാണ്. സ്റ്റാലിൻ ഒരു പ്രാവശ്യം ഒരു നീന്തൽക്കുളത്തിൽ വീണ് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരാൾ ചാടി സ്റ്റാലിനെ രക്ഷപ്പെടും. ഇയാൾക്ക് സ്വീകരണമാണ്, പിന്നെ രക്ഷപ്പെടുത്തിയ ആൾക്ക് സ്വീകരിച്ചു. എല്ലാവരും സ്റ്റാലിൻ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ജീവൻ രക്ഷിച്ചതാണല്ലോ. അപ്പോൾ ഈ രക്ഷിച്ച ആളുടെ അടുത്തിരിക്കുന്നയാൾ ഈ രക്ഷിച്ച ആളോട് ചോദിച്ചു, നീ എന്ത് പണിയായി കാണിച്ചത് എന്ന് അയാൾ ചോദിച്ചു. ഉടനെ അയാൾ തിരിച്ചു പറഞ്ഞു, എൻ്റെ പൊന്നാശാനെ എനിക്ക് മനസ്സിലായില്ല, ആളെ തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇത് ഒരു അടിച്ചമർത്തപ്പെട്ട ഒരു മനസ്സിൻ്റെ പുറത്തു വരും. അവിടെ ഓർഡർ ഓഫ് ലെനിൻ ബഹുമതി കൊടുത്തതിനെക്കുറിച്ച് ഒരു തമാശയുണ്ട്. ഞാൻ ഈ സാഹിത്യ അക്കാദമിയുടെ ക്യാമ്പസിലിരുന്ന അവാർഡിനെക്കുറിച്ച് സംസാരിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. അവിടുത്തെ ഏറ്റവും വലിയ വീരപ്രവർത്തനത്തിൻ്റെ ഒന്ന് ഓർഡർ ഓഫ് ലെനിൻ ബഹുമതിയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം അവിടെ ഒരു അട്ടിമറി ശ്രമം നടന്നു. ഒരു ആയുധശാല തീ വെച്ച് നശിപ്പിക്കാനാണ് തീരുമാനം. അട്ടിമറിക്കാരൻ കാവൽക്കാരുടെ കണ്ണൊക്കെ വെട്ടിച്ച് അതിനകത്തേക്ക് കഴിഞ്ഞിട്ട് ഇയാളൊരു തീപ്പെട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ തീപ്പെട്ടി ഉരച്ച് തീ കൊടുത്താൽ മതി, ആയുധ നിർമ്മാണശാലയല്ലേ, ഭയങ്കരമായിട്ട് പൊട്ടും. ചെർണോബിൾ ദുരന്തത്തിൻ്റെ 4 ഇരട്ടി ഉണ്ടാവും. അങ്ങനെ പൊട്ടിക്കാനായിട്ട് ഇയാളിങ്ങനെ തീപ്പെട്ടി ഉരച്ചിട്ടും കത്തുന്നില്ല. കുറേ തീപ്പെട്ടിക്കൊള്ളി പോയി. തീപ്പെട്ടിക്കൊള്ളി നിരന്തരമായി ഉരയ്ക്കുന്ന ശബ്ദം കേട്ട് സെക്യൂരിറ്റിക്കാരന് വന്ന് ഇയാളെ പിടിച്ചു. അട്ടിമറി ശ്രമം പരാജയപ്പെട്ടു. അടുത്ത വർഷത്തെ ഓർഡർ ഓഫ് ലെനിൻ ബഹുമതി കൊടുത്തത് തീപ്പെട്ടി കമ്പനിക്കാർക്കാണ് അത്രേ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഫലിതങ്ങൾ ഇതിനകത്തെ വെച്ചാൽ അമർത്തിപ്പിടിച്ച് നിന്നാലും മനുഷ്യൻ അതിൻ്റെ രൂപം പുറത്തു വരും. അപ്പോൾ ഇവിടെ ഇക്കാര്യത്തിൽ നമ്മുടെ വളരെ ജനാധിപത്യവാദിയായിരുന്നു നെഹ്റു എന്നും എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. കാർട്ടൂണിസ്റ്റ് ശങ്കറിനെ ആദ്യം വിളിക്കുന്നത് നെഹ്റുവാണ്.
ഒരു ശങ്കർ എന്നും വരയ്ക്കുമ്പോഴും നെഹ്റുവിനെ ആക്ഷേപിച്ചുകൊണ്ട് വരയ്ക്കുമ്പോൾ ആദ്യം ശങ്കറിന് വരുന്ന ഫോൺ നെഹ്റുവിൻ്റേതാണെന്ന് ശങ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്. വി കെ കൃഷ്ണമേനോൻ്റെ ആദ്യത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന വി കെ കൃഷ്ണമേനോൻ്റെ സഹോദരിയുടെ മകൾ മാധവി, പത്രപ്രവർത്തകയാണ് അവർ പറഞ്ഞൊരു അനുഭവമുണ്ട്. നെഹ്റുവും കൃഷ്ണമേനോനും മാധവിയും ഭക്ഷണം കഴിക്കാനിരിക്കും. അപ്പോൾ ഈ കൃഷ്ണമേനോനൊരു ഒരു ഒരു ശീലമുണ്ട്, പെട്ടെന്ന് ഉറങ്ങിപ്പോവും. ഒരു 5 മിനിറ്റ് സമയം എന്തെങ്കിലും ഒരു വിശ്രമം കിട്ടിയാൽ കൃഷ്ണമേനോൻ ഉറങ്ങിപ്പോവും. ഇപ്പോൾ ഇവിടെ ഈ പാനൽ ചർച്ചയിൽ കൃഷ്ണമേനോൻ ഈ കൂട്ടത്തിലിരിപ്പുണ്ടെങ്കിൽ കൃഷ്ണമേനോൻ ഉറങ്ങിയിരിക്കും. അങ്ങനത്തെ ഒരു രീതി ഉണ്ട്. നമ്മുടെ വേളൂർ കൃഷ്ണൻകുട്ടി കുംഭകർണക്കുറുപ്പിനെ കുറിച്ച് എഴുതിയതുപോലെ കുംഭകർണക്കുറുപ്പ് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിപ്പോയി എന്നാണ് വേളൂർ കൃഷ്ണൻകുട്ടി എഴുതിയത്. അപ്പം ഇങ്ങനെ ഒരു ശീലമുണ്ട്. ഇങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പിപ്പോൾ കഴിക്കാൻ പോകുന്നതിന് മുമ്പ് നെഹ്റു മാധവിയുടെ ചെവിട്ടിൽ എന്തോ പറഞ്ഞ് രണ്ടുപേരും കൂടി ചിരിച്ചപ്പോൾ കൃഷ്ണമേനോൻ ഇത് കേൾക്കുന്നു. കൃഷ്ണമേനോൻ ഇത് കേട്ടിട്ട് എന്താണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ നെഹ്റു കൃഷ്ണമേനോനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഉറങ്ങിക്കാണും, അതാണല്ലോ നിങ്ങളുടെ പണി എന്ന് പറഞ്ഞു. ഉടനെ കൃഷ്ണമേനോൻ തിരിച്ചടിച്ചു, നിങ്ങളല്ലേ ചെവിട്ടി പറഞ്ഞതല്ലേ, എന്തായാലും നല്ല കാര്യമായിരിക്കില്ല. ഇതാണ് നെഹ്റു ഒരു പ്രധാനമന്ത്രിയെക്കുറിച്ചാണ് എന്നാലോചിക്കണം. ഒരു പ്രധാനമന്ത്രിയെക്കുറിച്ച് അങ്ങനെ പറയാനും അത് കേട്ട് ചിരിക്കാനും കഴിഞ്ഞു എന്നുള്ളത് ഒരു മനസ്സിൻ്റെ വലിപ്പമാണ്. ഇത് നമ്മളെങ്ങനെ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഗാന്ധി പൗരസ്ത്യ ലോകത്ത് നർമ്മബോധമുള്ള ഏക മനുഷ്യൻ എന്നാണ് ഗാന്ധിയെക്കുറിച്ച് ബണാഷ പറഞ്ഞത്. ഗാന്ധിയുടെ ഫലിതങ്ങൾ അധികം ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ ഒന്ന് ജോർജ് ആറാമിനെ കാണാൻ പോയപ്പോഴുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ പേരിൽ ഏറ്റവും പ്രസിദ്ധമായി പ്രചരിക്കുന്ന കഥ. പക്ഷേ അത് ചരിത്രപരമായി അതിൽ തെറ്റുണ്ട് എന്ന് പറയുന്നു. പിന്നെ വട്ടമേശ സമ്മേളനത്തിന് ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ജോർജ് രാജാവിനെ കാണാൻ ചെന്നു. ജോർജ് രാജാവിനെ കാണാൻ ചെന്നപ്പോഴാണ് ഗാന്ധിയോട് ജോർജ് രാജാവ് പറയുന്നത്, നിങ്ങൾ ആവശ്യത്തിന് തുണി ഉടുത്തിട്ടില്ലല്ലോ എന്ന് പറയുന്നത്. ഗാന്ധി ഉടനെ തിരിച്ചടിച്ചു, നിങ്ങൾ ആവശ്യത്തിലേറെ തുണി ഉടുത്തിട്ടുണ്ടല്ലോ രാജാവേ എന്ന് പറഞ്ഞു. ഇത് പക്ഷേ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ് എന്ന് ചരിത്രകാരന്മാർ അതിനെ എതിർക്കുന്നുണ്ട്. അത് ജേർണലിസ്റ്റുകൾ അന്ന് ചെയ്ത ഒരു കുസൃതിയാണ് എന്നൊക്കെ അവർ പറയുന്നു. എന്തായാലും ഗാന്ധി പക്ഷേ അതേ ദിവസം തന്നെ ഗാന്ധി പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഒരു സാധാരണ ഒരു മനുഷ്യനെ അവിടെ കണ്ടു. അപ്പോൾ അയാളോട് ഗാന്ധി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട് എന്ന്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എനിക്ക് 8 മക്കളുണ്ട്. അപ്പോൾ ഗാന്ധി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പകുതിയെ ഓടിയെത്തിയിട്ടുള്ളൂ, എനിക്ക് 4 കുട്ടികളെ ഉള്ളൂ എന്ന്. ഇങ്ങനെ പറയാൻ ഇത് ഒരു വലിപ്പമുള്ള മനസ്സിൻ്റെ അല്ലെങ്കിൽ ഫലിതം പറയുകയും പിന്നെ സ്വീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന പ്രസന്നമധുരമായ ഒരു അന്തരീക്ഷത്തിൻ്റെ ഒരു കാലമാണ്. ഒരു കാലം ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് തരുന്നുണ്ട്. ആ കാലം പ്രധാനമാണ്. പക്ഷേ എത്ര അമർത്തി പിടിച്ചാലും എത്ര അടക്കി നിന്നാലും അതിൻ്റെ അകത്ത് ഈ ഫലിതത്തിൻ്റെ ചോദ്യം ചെയ്യാനുള്ള ഒരു വാസന നിൽക്കും. അത് പിൽക്കാലത്ത് ഒരു അവസരം കിട്ടുമ്പോൾ അത് പുറത്തു വരികയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ ഗൗരവക്കാരനാണ് പൊതുവെ എന്ന് കരുതിയിരുന്നതാണ് നമ്മുടെ അച്യുതമേനോൻ പോലും നിയമസഭയിൽ ഫലിതം പറഞ്ഞിട്ടുണ്ട്. നിയമസഭ ഫലിതത്തിൻ്റെ കേന്ദ്രമായിരുന്നൊരു കാലമുണ്ട്. തിരുക്കൊച്ചി മന്ത്രിസഭയിൽ പനമ്പിള്ളി ഗോവിന്ദമേനോൻ്റെ പ്രസംഗം ഫലിതം നിറഞ്ഞാണ്. ഒരുപാട് ഫലിതങ്ങൾ പിന്നെ പനമ്പിള്ളി ഗോവിന്ദമേനോൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യ മന്ത്രിസഭയിൽ ഫലിതത്തിൻ്റെ ആറാട്ടായിരുന്നു. തോപ്പിൽ ബാസി ഒരു വശത്ത്, കാമ്പശ്ശേരി കരുണാകരൻ ഒരു വശത്ത്, പിന്നെ ജോസഫ് ചാഴിക്കാടൻ വേറൊരു വശത്ത്. അപ്പോൾ അന്നാണ് അതിൻ്റെ പ്രസിദ്ധമായ പിന്നെ തോപ്പിൽ ബാസിയുടെ പ്രയോഗം, ചാഴിയായാലും കാടനായാലും ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്ന തോപ്പിൽ ബാസിയുടെ പ്രയോഗം. ഉടനെ തന്നെ ചാഴിക്കാടൻ, ഈ ചാഴി ആ തോപ്പിൽ കയറില്ല എന്ന് ചാഴിക്കാടൻ്റെ തിരിച്ചടി. ഇതൊക്കെയുള്ള ഈ വളരെ ഗൗരവത്തിലിരിക്കുന്ന ഗൗരവക്കാരനാണെന്ന് പുറമേക്ക് തോന്നുന്ന അച്യുതമേനോൻ പോലും ഫലിതം പറഞ്ഞിട്ടുണ്ട്. അച്യുതമേനോൻ നമ്മുടെ ഇ വി കൃഷ്ണപിള്ളയുടെ അടൂർവാസിയുടെ അച്ഛൻ, അദ്ദേഹം എഴുതിയ പ്രസിദ്ധമായ കവിത കേസ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അതീവ രസകരമായ പുസ്തകമാണ്. ആ കവിത കേസ് കവിത എഴുതിയ കവിയെ ഒരു പൊതു താല്പര്യ ഹർജിയുടെ പുറത്ത് കോടതിയിൽ വിചാരണ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ അച്യുതമേനോൻ പ്രസംഗിക്കുമ്പോൾ പറയുന്നുണ്ട്, അതിൽ 4 വരിയുണ്ട്. ആ ചാരുവാണിതൻ സൗന്ദര്യപൂരത്തെ വെച്ചാരു പൂജിക്കില്ല അന്തരംഗേ എന്നൊരു വാചകമുണ്ട്. അപ്പോൾ ഇത് ജഡ്ജായിട്ടിരിക്കുന്നത് ഒരു തമിഴ് ജഡ്ജാണ്. അപ്പോൾ തമിഴ് ജഡ്ജിന് ഇതൊന്നും അറിയില്ല. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, ഹു ഈസ് ദിസ് വെച്ചാർ ആൻഡ് അച്ചാർ എന്ന് ചോദിക്കുന്നുണ്ട്.
ഉടനെ തന്നെ കവിയുടെ വക്കീൽ പറയുന്നുണ്ട്, ദേ ആർ 2 ക്രിസ്ത്യൻ ഗേൾസ്, അത് 2 ക്രൈസ്തവ പെൺകുട്ടികളാണ്. ഇത് അച്യുതമേനോൻ നിയമസഭയിൽ പറഞ്ഞ ഫലിതങ്ങളിലൊന്നാണ്. ഇങ്ങനെ ഫലിതങ്ങളിലൂടെ കടന്നുപോയ കാമ്പശ്ശേരി കരുണാകരൻ ഇതുപോലെ അദ്ദേഹത്തിൻ്റെ 57 ജീവിതത്തിൽ ജനയുഗം പത്രാധിപരായിരുന്ന കാമ്പശ്ശേരി കരുണാകരൻ ഒരുപാട് പുതിയ പങ്ക്തികൾ, പുതിയ ഐഡിയകൾ കൊണ്ടുവന്ന ആളാണ് കാമ്പശ്ശേരി മരണത്തിൻ്റെ തലേന്ന് ഫലിതം പറഞ്ഞ ആളാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവശനിലയിൽ കിടക്കുമ്പോൾ കാമ്പശ്ശേരിയുടെ അടുത്ത് നഴ്സ് വന്നിട്ട് പറഞ്ഞു, മലം പരിശോധിക്കണം. അപ്പം മലം വേണമെന്ന് കാമ്പശ്ശേരിയോട് പറയുന്നുണ്ട്. അപ്പോൾ കാമ്പശ്ശേരിയുടെ മറുപടി ഇതായിരുന്നു, എൻ്റെ സിസ്റ്ററെ എൻ്റെ കയ്യിലില്ല, അടുത്ത സ്ഥലത്ത് ചോദിക്ക്, നമുക്കുണ്ടാവുമ്പോൾ കൊടുക്കാമല്ലോ. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കാമ്പശ്ശേരി മരിച്ചു. അത് മരണത്തിൻ്റെ തീവ്രതയിൽ പോലും ഇങ്ങനെ പറയാൻ കഴിഞ്ഞ ഒരു ഫലിതത്തിന് ഇങ്ങനെ ഒരു അന്തർധാരയുണ്ട്. ഫലിതം എപ്പോഴും ഇങ്ങനെ സൂക്ഷിക്കപ്പെടുന്നുണ്ട്. ഇതാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. നന്ദി ശ്രീ പൗലോസ്. ഒരു ഫലിതത്തെയും ഫലിതത്തോടുള്ള പ്രതികരണത്തെയും അംഗീകരിക്കാൻ ആ ദേശത്തിൻ്റെ പരിതോവസ്ഥയ്ക്ക് കഴിയും എന്നാണ് പൗലോസ് പറഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യമാണ്. സാമൂഹ്യ രാഷ്ട്രീയ പരിതാവസ്ഥ അനുസരിച്ച് ചിരിക്കാനുള്ള കഴിവ് ഒരു ജനതയ്ക്ക് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞ് ആ ജനത ജനാധിപത്യപരമായ ഇല്ലായ്മ ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഇത് രാഷ്ട്രത്തിലും ഒരു ദേശത്തിലും ഒരു പഞ്ചായത്തിലും മാത്രമല്ല, വീടുകളിൽ പോലും സംഭവിക്കാവുന്ന കാര്യമാണ്. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് ശ്രീ ജയരാജ് വാര്യർ. 3 പത്രപ്രവർത്തകരുടെ നടുക്ക് പെട്ടുപോയതാണ് ഇന്ന് എൻ്റെ ഏറ്റവും വലിയ ഒരു ചിരി. കാരണം ഇവർ 3 പേരും 3 വ്യത്യസ്തമായ പത്രങ്ങളിൽ എല്ലാ നർമ്മങ്ങളും കൈകാര്യം ചെയ്യുന്നവരാണ്. പക്ഷെ അവർക്കിടയിൽ പെട്ടുപോകുമ്പോൾ ഉണ്ടാകുന്നത് ഉള്ളിൻ്റെ ഉള്ളിലൊരു ചിരിയാണ്. കാരണം എല്ലാവരും നല്ല നർമ്മബോധമുള്ളവരാണെന്നത് തന്നെ കാര്യം. നമ്മുടെ ജീവിതത്തിൽ ഇവിടെ നേരത്തെ ശ്രീ ജോസ് പനച്ചിപ്പുറം പറഞ്ഞല്ലോ, ഈ അസഹിഷ്ണുത എന്നൊരു വാക്ക് പറഞ്ഞു. അസഹിഷ്ണുയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഫലിതം പോലും വേണ്ട രീതിയിൽ വേണ്ട സ്ഥലത്ത് വേണ്ട പോലെ എത്തുന്നില്ല എന്ന് പറഞ്ഞു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയമാണ്. ഭയം ഭരിക്കുന്ന മനസ്സുമായിട്ടാണ് എല്ലാ മനുഷ്യരും ജീവിക്കുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നിലയ്ക്കും ഒരാളെയും ആഴത്തിൽ സ്പർശിക്കാത്ത, വളരെ ഉപരിതലമായി സ്പർശിച്ചു പോകുന്ന ഒരു നർമ്മം പോലും അവർക്ക് ഒരു വലിയ പ്രശ്നമായി തോന്നുകയാണ് ഓപ്പോസിറ്റുള്ളവർക്ക്. അതാണ് ഇതിൻ്റെ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു അധികകാലമൊന്നും ആയിട്ടില്ല, 2-3 വർഷമായിട്ടുള്ളൂ ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഇതിങ്ങനെ ആരംഭിച്ചു പതുക്കെ. ഇപ്പോൾ 2-3 വർഷമാണ് ഇത്രയും ഭീതിതമായ ഒരു അന്തരീക്ഷത്തിലൂടെ നമ്മുടെ കേരളം എന്ന് ഞാൻ ചെറുതാക്കി പറയാം, കേരളമൊന്നുമല്ല ലോകം തന്നെ കടന്നു പോകുന്നത്. പക്ഷേ എന്നിരുന്നാലും നല്ല നർമ്മങ്ങൾ എപ്പോഴും ആസ്വദിക്കുന്നത് ഇവരൊക്കെ എഴുത്തിൻ്റെ ഭാഗത്തുള്ള നർമ്മത്തിൻ്റെ ആളുകളാണ്. ഇവരെ നർമ്മം അക്ഷരങ്ങളിലൂടെ എഴുതി പിടിപ്പിക്കുന്നവരാണ്. ഞാൻ പ്രയോഗിക്കുന്ന ആളാണ്. ഞാൻ എൻ്റെ ശരീരഭാഷ കൊണ്ടും ശബ്ദങ്ങളുടെ ഏറ്റക്കുറച്ചിൽ കൊണ്ടും ഫലിതം പറയുന്ന ഒരാളാണ്. പക്ഷേ ഒരിക്കൽ പോലും ഒരു പെർഫോമർ എന്ന രീതിയിൽ പറഞ്ഞ ഒരു ഫലിതത്തിലും ഒരു ഭീഷണിയും എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ പെർഫോം ചെയ്യുന്നത് തന്നെ ആദ്യം ഇത് പറഞ്ഞിട്ടാണ്. ഏതൊക്കെ തരത്തിൽ ജനത്തെ ആസ്വദിപ്പിക്കാം എന്ന മനസ്സോടു കൂടിയാണ് നമ്മൾ ഈ പരിപാടി അവതരിപ്പിക്കുന്നതെന്ന് ജനങ്ങളോട് ആദ്യമേ തന്നെ നമ്മൾ പറയും. വർഷങ്ങളായി പറയുന്നൊരു കാര്യമാണത്. ചിരി എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ ഇന്ത്യയുടെ ചിരി മാഞ്ഞു പോയതിൻ്റെ ഒരു വാർഷികമാണ് ഇന്ന്. ജനുവരി മാസം 30-ാം തീയതി 76 വർഷങ്ങൾക്ക് മുമ്പ് മാഞ്ഞുപോയൊരു ചിരിയാണ്. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും മനോഹരമായ, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും മനോഹരമായ ചിരി എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ ചിരിയാണ്. നിഷ്കളങ്കമായി കുഞ്ഞ് ചിരിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഉറക്കത്തിലാണ്. ഉറക്കത്തിൽ ചിരിക്കുന്ന കുഞ്ഞിൻ്റെ ചിരിയാണ് ഏറ്റവും മനോഹരമായ ചിരി. കവിയൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്താ നിദ്രയിൽ നീ കണ്ട സ്വപ്നമെന്തേ
എൻ്റെ ഇത്തിരി പൂവേ ചുവന്ന പൂവേ എന്ന് കവി ചോദിച്ചിട്ടുണ്ട്. ഉറക്കത്തിൽ ചിരിക്കുന്ന കുഞ്ഞിൻ്റെ ചിരി അല്പ മണിക്കൂറുകൾക്ക് മുമ്പ് കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. ഏകദേശം അതിനേക്കാൾ മനോഹരമെന്ന് പറയാം ഭാരതത്തിന് വേണ്ടി ജീവിച്ച ഒരു മഹാമനുഷ്യൻ്റെ ചിരി. അഴീക്കോട് മാഷോട് ചോദിച്ചു ഒരിക്കൽ. അഴീക്കോട് മാഷാണ് നമ്മളുടെയൊക്കെ കാര്യത്തിനൊപ്പം നർമ്മം കലർത്തി പറയുന്ന ഏറ്റവും വലിയ നമ്മുടെ ഒരു ആചാര്യൻ. അഴീക്കോട് മാഷോട് പല സംശയം ചോദിച്ച കൂട്ടത്തിൽ ചോദിച്ചു, മാഷ ഏറ്റവും ആകർഷകമായ ചിരി ആരുടെയാണ് എന്ന് ചോദിച്ചു. മാഷ് പറഞ്ഞത്, വാർധയിൽ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പോയി കണ്ട മഹാത്മാഗാന്ധി എന്നെ നോക്കി മോണയില്ലാത്ത പല്ലുകൊണ്ട് ചിരിച്ച ചിരിയാണ് എൻ്റെ ഏറ്റവും മനസ്സിൽ നിൽക്കുന്ന ചിരി. ആ ചിരി തന്നെയാണ് ലോകമെമ്പാടും മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിലൂടെ നാം കാണുന്ന സുന്ദരമായ ആ ചിരി. നമ്മുടെ ഒരു സിനിമയിൽ, മലയാളത്തിലെ വളരെ പ്രശസ്തമായ ഒരു സിനിമയിൽ ദാസനെയും വിജയനെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നൊരു സന്ദർഭത്തിൽ അവർ ചെയ്ത കുറ്റത്തിനോ ചെയ്യാത്ത കുറ്റത്തിനോ ശിക്ഷിക്കപ്പെടുമെന്ന് അറിഞ്ഞിട്ടോ അറിയാതെയോ അവരിങ്ങനെ നോക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ വെച്ചിരിക്കുന്ന ഗാന്ധിയുടെ ചിത്രത്തെയാണ് അവർ നോക്കുന്നത്. ചിരിക്കുന്ന ഗാന്ധിയുടെ ചിത്രം അവരിലൊരു സമാധാനം ഉണ്ടാക്കും. അപ്പോൾ ചിരി ഉണ്ടാക്കുന്നത് സമാധാനമാണ്. ചിരി ഉണ്ടാക്കേണ്ടത് സമാധാനം തന്നെയാണ്. പ്രതിരോധത്തിൻ്റെ അതല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ വരുന്ന വലിയ ഒരു വിപത്തിനെ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരിക്കലും മാറാത്ത ഒരു വ്രണത്തിനെ ഉണക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മൃതസഞ്ജീവനി ആണ് ചിരി. ഒരുപാട് അനുഭവങ്ങൾ ചിരിയെപ്പറ്റി എനിക്ക് പറയാനുണ്ട്. ഒരുപാട് പേർ പ്രകടനം കണ്ട് ചിരിച്ചതും എൻ്റെ അനുഭവമാണ്. അത് നിയമസഭയിലും സാഹിത്യ അരങ്ങുകളിലും സദസ്സുകളിലുമൊക്കെ ആളുകൾ ഇരുന്നു കൊണ്ട് കുഞ്ഞു കുട്ടികളെപ്പോലെ ചിരിക്കുന്ന ഒരു അനുഭവം ഞാൻ കണ്ടിട്ടുണ്ട്. അത് പലപ്പോഴും ഒരു പെർഫോമറായി നിൽക്കുമ്പോഴാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഉള്ളിലുള്ള സഹിക്കവയ്യായിക അത് തന്നെയാണ് അതിൻ്റെ കാര്യം. അസഹിഷ്ണുത എന്ന വാക്കോ ഒന്നും പറഞ്ഞുകൂടാ, സഹിക്കാൻ വയ്യാത്ത ഒന്നായി മാറിയിരിക്കുകയാണ്. നാളെ കാർട്ടൂണുകൾക്ക് നേരെ ഇപ്പോൾ തന്നെ ആക്രമണങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പലപ്പോഴും നിർദോഷമായ ചില കാർട്ടൂണുകൾ പത്രത്തിൻ്റെ ഇടത്തെ കോണിൽ കണ്ട് ഉണരുകയും ആ ഒറ്റ കാർട്ടൂണിൻ്റെ ആശയം വെച്ചുകൊണ്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഒരു ദിവസത്തെ കാർട്ടൂൺ മതി എനിക്കൊരു പെർഫോമൻസിന്. പക്ഷേ അങ്ങനെയുള്ള കാർട്ടൂണുകൾ പോലും ഇപ്പോൾ ഒരു പ്രത്യേക തരം കണ്ണിലൂടെ കണ്ട് ഇത് നമുക്കെതിരെയാണ് എന്ന് ഭയപ്പെട്ടുകൊണ്ട് അതിനെ എതിർക്കുന്ന തരത്തിൽ എഡിറ്റർ എന്ന് പറയുന്ന ഒരാളില്ലാത്ത മാധ്യമമായ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഭയപ്പെട്ട് നർമ്മം എന്ന് പറയുന്ന ഏറ്റവും നേർമ്മയേറിയ നമ്മളെ തന്നെ വിമലീകരിക്കുന്ന ഒരു കലയെ, ഈ കാലത്തിൻ്റെ മുന്നിൽ അടയാളപ്പെടുത്തുന്ന ഏറ്റവും നമ്മളാക്കി മാറ്റുന്ന ഒരു കലയെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പല പ്രവൃത്തികളും ഉണ്ട്. പക്ഷേ അരങ്ങിൽ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അനുഭവം നേരിടേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഒരു അനുഭവം നേരിടേണ്ടി വന്നാൽ വീണ്ടും ശക്തമായി പുതിയ നർമ്മങ്ങളുമായി നമ്മൾ ആളുകളെ നേരിടുകയും ചെയ്യും എന്നുകൂടെ പറയുന്നു. ജയരാജ് വാര്യർക്ക് നന്ദി. അദ്ദേഹം ഈ സമൂഹത്തിൽ ചിരിക്കുവാനുള്ള അവകാശത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ചിരിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. അത് നിഷ്കളങ്കമായ ചിരിയാണെങ്കിൽ മാത്രമേ സ്വീകരിക്കപ്പെടാവൂ എന്ന് അദ്ദേഹം പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു. അത് വളരെ കാതലായ കാര്യമാണ്. ചിരിക്കാൻ പറഞ്ഞാൽ നമ്മളെ പേടിപ്പിക്കുന്ന ഒരാൾ ഫലിതം പറഞ്ഞു എന്ന് നമുക്കൊരിക്കലും ചിരി വരാത്ത ഒരു ഫലിതം പറഞ്ഞാലും അടിമകളാണ് സദസ്സിലിരിക്കുന്നതെങ്കിൽ അവർ പൊട്ടിച്ചിരിക്കും. അതുപോലെ തന്നെ ചിലർ പ്രസംഗത്തിനിടയ്ക്ക് ഒരു നിർത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കൈയടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൈയടിച്ചില്ലെങ്കിൽ അവനെ പുറത്താക്കാനായിട്ടുള്ള ആളുകൾ അവിടെ കഴുകൻ കണ്ണുമായിട്ടുണ്ടാവും. അങ്ങനെയുള്ള പേടിപ്പിക്കുന്ന ഒരു അന്തരീക്ഷത്തിലുള്ള ചിരിയായി കാണാൻ പറ്റില്ല. അത് വളരെ ക്രൂരമായ ഒരു പ്രകടനമായിട്ടോ ഒരു അടിമത്തൊഴിലായിട്ടോ കാണാൻ പറ്റൂ എന്ന് കൂടി ജയരാജ് പറഞ്ഞതിൻ്റെ സൂചനയുണ്ട്. അതാണ് കാതലായ പ്രശ്നം. നമുക്ക് തുറന്ന് ചിരിക്കാനുള്ള അവകാശമുണ്ട്, പക്ഷേ ചിരിക്കാൻ കഴിയുന്നുണ്ടോ, ഈ സമൂഹം നമുക്കതിനുള്ള അവകാശം തരുന്നുണ്ടോ എന്നതാണ് പ്രശ്നം. ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്, അധികാരി വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം പ്രയോഗിക്കാൻ കഴിയുള്ള ഏത് വർഗത്തെയും അധികാരി വർഗം എന്ന് പറയാം. അത് സർക്കാരാവാം, പോലീസാവാം, വീട്ടിലാണെങ്കിൽ ഗൃഹനാഥനോ ഗൃഹനാഥയോ ആവാം, സമുദായത്തിലാണെങ്കിൽ സമുദായ മേധാവികളാവാം, അങ്ങനെ ആരും ആകാം. ഒരു സ്ഥാപനത്തിലാണെങ്കിൽ സ്ഥാപന മേധാവിയോ സ്ഥാപനത്തിൽ ശമ്പളം എഴുതുന്ന
ആ സെക്ഷൻ്റെ സൂപ്രണ്ടോ ആവാം. അങ്ങനെ അധികാരി വർഗം പല നിർവചനങ്ങൾക്ക് വിധേയമാകുന്ന ഒരവസ്ഥയാണ്. അത് ഭാരതീയ സമൂഹത്തിൽ നിന്ന് നമുക്ക് മുൻപുണ്ടായിരുന്നതിൽ നിന്ന് നഷ്ടപ്പെടുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു പഴയ ഒരു സിനിമയുടെ ഒരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. പണ്ട് കാലത്ത് പൈതൽ നായർ പിടിച്ച പുലിവാല് എന്ന ഒരു സിനിമയ്ക്ക് പേരിടുകയും, അത് ഉറൂബിൻ്റെ കഥയാണ്, അതിൻ്റെ പേര് ദീർഘമായതുകൊണ്ട് നായർ പിടിച്ച പുലിവാൽ എന്ന പേര് സ്വീകരിച്ച് അത് പുറത്തു വരികയും ഇന്നത്തെ പത്തനംതിട്ട ജില്ലയിലുള്ള ഒരു പ്രമാണി, ഒരു സമുദായ പ്രമാണി, ആ സിനിമയുടെ പേരിനെതിരെ വലിയ രൂക്ഷമായ പ്രതിഷേധം പ്രകടിപ്പിക്കുകയും പോസ്റ്റർ വലിച്ചു കീറുകയൊക്കെ ചെയ്തു. അന്ന് ആ സിനിമയുടെ നിർമ്മാതാവ് കുലുങ്ങിയില്ല, കേരളീയ സമൂഹവും കുലുങ്ങിയില്ല. ആ പേരിൽ തന്നെ വളരെ നിറഞ്ഞ് നമ്മുടെ തിയേറ്ററുകളിൽ ഓടുകയും ഇപ്പോഴും നമ്മൾ ആ പേർ സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷം 80കളുടെ അവസാനമാണ് എന്നാണ് എൻ്റെ ഓർമ്മ. 80കളുടെ രണ്ടാം പകുതിയിലാണ് നമ്മുടെ സത്യനന്ദിക്കാട് പൊന്മുട്ടയിടുന്ന തട്ടാൻ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് പേരിട്ടു. അപ്പോഴേക്കും നമ്മുടെ സമുദായ സംഘടനകളൊക്കെ അവരുടെ ദംഷ്ട്ര പുറത്തെടുത്തിരുന്നു, വളരെ ശക്തരായിരുന്നു. അവരുടെ തൊഴിൽ നന്നാക്കാൻ വേണ്ടിയിട്ടില്ല, അവരുടെ സമുദായ ശക്തി പ്രകടിപ്പിക്കാൻ വേണ്ടി. അവരുടെ പ്രതിഷേധത്തിന് മുമ്പിൽ പാവം സത്യനന്ദിക്കാട് പിൻവാങ്ങേണ്ടി വന്നു. പൊന്മുട്ടയിടുന്ന തട്ടാൻ എന്ന് പേര് മാറ്റിക്കൊണ്ടുള്ള അനൗൺസ്മെൻറ്റിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് സഹജമായ നർമ്മമുള്ളതുകൊണ്ട് അതിൻ്റെ താഴെ ബ്രാക്കറ്റിൽ ഇങ്ങനെ എഴുതി, പൊന്മുട്ടയിടുന്ന താറാവ് എന്ന് പേര് മാറ്റിയിട്ട് അതിൻ്റെ താഴെ ഇങ്ങനെ, താറാവുകൾ പ്രതിഷേധിക്കില്ല എന്ന പ്രതീക്ഷയോടെ എന്ന്. സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണിത്. അതിന് പല കാരണങ്ങൾ പറയും. പൊളിറ്റിക്കലി കറക്റ്റല്ല, സോഷ്യലി കറക്റ്റല്ല, ബോഡി ഷെയ്മിംഗ് ആണ്, ആളുകളെ അനാവശ്യമായി വിമർശിക്കുകയാണ്. ശരിയാണ്, ആളുകളുടെ ശാരീരിക വൈകല്യത്തെയോ ജന്മന ഉള്ള വൈകല്യത്തെ വിമർശിക്കുന്നത് ഒരു ഫലിതമല്ല. അത് ഒരു തരത്തിലും കാർട്ടൂണിലായാലും എഴുത്തിലായാലും മറ്റു പ്രകടനങ്ങളിലായാലും നമ്മുടെ സമൂഹം സ്വീകരിക്കില്ല. അങ്ങനെയുള്ള നിരവധി ഉദാഹരണങ്ങൾ ധാരാളം എനിക്കറിയാമെങ്കിൽ തന്നെ ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആ ഒരു നേതാവിൻ്റെ ഒരു വൈകല്യത്തെ തെറ്റായി ചിത്രീകരിച്ചു എന്ന് പറഞ്ഞ് തൻ്റെ ഒരു പ്രസിദ്ധീകരണം തന്നെ നിർത്തിവെച്ച പത്രാധിപന്മാർ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. വളരെ പഴയ കഥകളൊന്നുമല്ല, അടുത്ത ഒരു 4-5 പതിറ്റാണ്ടിനിടയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ. അത്തരത്തിലുള്ള ഫലിതങ്ങളെക്കുറിച്ചല്ല പറഞ്ഞത്. സാമൂഹ്യ വിമർശനം ഉൾക്കൊള്ളുന്ന ഫലിതങ്ങളെ സ്വീകരിക്കാൻ നമ്മുടെ സമൂഹം എത്രത്തോളം പ്രാപ്തമാണ് എന്നത് നമ്മുടെ ജനാധിപത്യ ബോധത്തിൻ്റെ ഒരു ഉരകല്ലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നെ ഇരയാക്കിക്കൊണ്ടൊരു ഫലിതം പറഞ്ഞാൽ ആ ഫലിതം നല്ലതാണെങ്കിൽ ചിരിക്കാൻ എനിക്ക് കഴിയണം, ഇല്ലെങ്കിൽ എനിക്ക് ജനാധിപത്യ പദവി. എൻ്റെ ഉള്ളിൽ എന്നിലൊരു ഏകാധിപതി എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. ഏകാധിപതികൾ ഒറ്റയ്ക്കായാലും സാമൂഹ്യമായാലും ശക്തി പ്രാപിക്കും എന്നാണ് നമ്മളുടെ ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ജനാധിപത്യ ബോധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം കൂടിയാണ് ഹാസത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞത്, എല്ലാവരും പറഞ്ഞതിന് പിന്നിലുള്ള കാര്യം അതാണ്. ജനാധിപത്യ ബോധത്തിനും ജനാധിപത്യത്തിനും വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ് നിറഞ്ഞ ഫലിതം സ്വീകരിക്കപ്പെടാൻ, ഒരു സമൂഹം സ്വീകരിക്കപ്പെടുവാനുള്ള പരിശ്രമത്തിൻ്റെ ഉരകല്ല് എന്ന കാര്യത്തിൽ സംശയമില്ല. ഫലിതം ആളുകൾ ചിരിക്കുന്നത് മാത്രമല്ല, ആ ഫലിതം കുറിക്ക് കൊള്ളുന്നുണ്ടോ എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട. പലപ്പോഴും ഈ ഫലിതം അവതരിപ്പിക്കുന്നവരിൽ പലരും അവരെക്കുറിച്ചുള്ള ഫലിതങ്ങൾ അങ്ങനെ വേണ്ടത്ര സ്വീകരിച്ചിട്ടില്ല എന്നുള്ള അനുഭവം എനിക്കുണ്ട്. വളരെയധികം ഫലിതം പറയുന്ന ആളുകളായിരിക്കും, പക്ഷേ അവരെ പ്രതിയാക്കിക്കൊണ്ടൊരു ഫലിതം പറഞ്ഞു കഴിഞ്ഞാൽ അവരത്രയധികം ചിരിക്കാറില്ല, അവർ സ്വീകരിക്കാറില്ല. അത് അവരുടെ ഉള്ളിൽ ബാക്കിയുള്ളവരെ പരിഹസിക്കാനോ അല്ലെങ്കിൽ അവരെ നന്നാക്കാനോ വേണ്ടിയുള്ളൊരു ആയുധം മാത്രമാണ് ഫലിതം എന്നുള്ളൊരു ചിന്താഗതി അവശേഷിക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. അത് അത്രത്തോളം ഒരു സാമൂഹ്യ വിപത്തല്ലെങ്കിൽ അതൊരു ലക്ഷണമാണ് എന്ന നിലയിൽ നമ്മൾ സ്വീകരിക്കപ്പെടേണ്ടി വരും. ഒരു ഫലിതം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ, ഫലിതം ചിലപ്പോൾ നിലവാരമുള്ളതായിരിക്കും, അത് ഫലിതം പറയുന്ന ആളുകളുടെ നിലവാരം പോലെ ഇരിക്കും. ഫലിതം നിലവാരമുള്ളതായിരിക്കും, ഓർത്തോർത്ത് ചിരിക്കാനുള്ളതായിരിക്കും, കാലങ്ങൾ കഴിഞ്ഞിട്ട് ചിരിക്കാൻ. ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാർ പ്രയോഗിച്ചിരുന്ന പല ഫലിതോക്തികളും കുഞ്ചൻ നമ്പ്യാർ ഉൾക്കൊള്ളുന്ന സമുദായത്തിനെ പരിഹസിച്ചുകൊണ്ടുള്ളതാണ്. കുഞ്ചൻ നമ്പ്യാർ പറയുന്ന കഥകൾ പുരാണ കഥകളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആനുകാലിക സമൂഹത്തിൻ്റെ പുഴുക്കുത്തുകളെക്കുറിച്ചാണ് അദ്ദേഹം ഫലിതങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഫലിതം കേട്ട് ചിരിക്കുവാനും ആ ഫലിതത്തിൽ നിന്ന് നന്മ ഉൾക്കൊള്ളുവാനും കഴിയുന്ന ഒരു പരിസ്ഥിതി അന്നുണ്ടായിരുന്നെങ്കിലും, രാജഭരണകാലത്തായ അന്നുണ്ടായിരുന്നെങ്കിലും, ജന്മിത്തകാലമായ അന്നുണ്ടായിരുന്നെങ്കിലും ഇന്ന് വേണ്ടത്ര ഇല്ല എന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യമാണ്. ആ സത്യത്തിലേക്ക് ഉണരുവാൻ
നമ്മുടെ സമൂഹം തയ്യാറാകുകയും അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി തിരുത്താൻ തയ്യാറാകുകയും വേണം. അദ്ദേഹം സ്റ്റാലിൻ്റെയും ഹിറ്റ്ലറുടെയും ഒക്കെ പല അനുഭവങ്ങൾ പറയും. 100 ഫലിതങ്ങളുണ്ട്. അവരുടെ ജീവിതം തന്നെ ഇപ്പോൾ എടുത്ത് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഫലിതങ്ങളാണ്. ഭീതിയാണ് ഫലിതങ്ങളെ എതിർക്കുന്നവരുടെ സ്ഥായീഭാവം. തന്നെക്കുറിച്ചുള്ള ഈ ഫലിതം നാളെ അത് സത്യമാണെന്ന് ധരിച്ച് തന്നിൽ ഇപ്പോൾ നിക്ഷിപ്തമായ, തന്നിൽ ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ള അധികാരം എന്നേക്കുമായി നഷ്ടപ്പെടുകയും താൻ തന്നെ ഉന്മൂലനം ചെയ്യപ്പെടുകയോ എന്ന ഭീതിയാണ്. ഭരണാധികാരികളുടെ ഏകാധിപതികൾ എന്നൊക്കെ പറയുമ്പോൾ രാജ്യം ഭരിക്കുന്നവർ മാത്രമല്ല, വീടുകളിൽ ഏകാധിപതികളുണ്ട്. ചില വീടുകളിൽ ഏകാധിപതിയായ ഗ്രഹനാഥൻ എത്തുമെന്ന് പറയുന്നതോടെ അതുവരെ ചിരിയും കളിയും നിറഞ്ഞിരുന്ന ഗ്രഹാന്തരീക്ഷം പെട്ടെന്ന് നിശബ്ദമാകുകയും കുട്ടികൾ ഓടിപ്പോയി പാഠപുസ്തകത്തിന് മുമ്പിലിരിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഏകാധിപതികളുള്ള ഗ്രഹാന്തരീക്ഷത്തിൻ്റെ സ്ഥിതിയാണ്. ഓഫീസുകളിൽ അതുണ്ട്. ഓഫീസുകൾ ഒരുപക്ഷേ ഈ ജോലി ചെയ്യുന്നവർ വീട്ടിൽ ചെലവഴിക്കുന്നതിനേക്കാൾ ഏറെ സമയം ചെലവഴിക്കുന്ന ഒരു സ്ഥാപനമായിരിക്കും ഓഫീസുകൾ. ഓഫീസുകളിൽ ഏകാധിപതികളുണ്ട്. ആ ഏകാധിപതികൾ ഭരിക്കുന്ന ഓഫീസുകൾ ഇതുപോലെ നിർജ്ജീവവും ഫലിതരഹിതവുമായിരിക്കും. അത് രാജ്യത്തെക്കുറിച്ചും സമുദായത്തെക്കുറിച്ചും ഏതിനെക്കുറിച്ചും പറയാൻ കഴിയുകയാണ്. ഫലിതം ഉൾക്കൊള്ളുക ഒരു ജനാധിപത്യ ബോധത്തിൻ്റെ കൂടി ലക്ഷണമാണ് എന്ന ഒരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ ഒരു വട്ടം കൂടി സംസാരിക്കാനായിട്ട് ശ്രീ ജോസ് പനിച്ചിപ്പുറത്തെ ക്ഷണിക്കുകയാണ്. നമ്മളിവിടെ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളിലൊക്കെ ഒരു ഏകാധിപതി ഉണ്ട് എന്നുകൂടി ഇതിൻ്റെ പൂരിപ്പിക്കാൻ വേണമെങ്കിൽ നമുക്ക് കഴിയും. ഞാനൊരു ഉദാഹരണം വേണമെങ്കിൽ പറയാം. അതായത് അത് നിങ്ങൾ ഒരുപക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാത്ത, അതായത് വളരെ വളരെ ഗംഭീരമായ പ്രസംഗങ്ങളിൽ നമ്മുടെ സമൂഹത്തെ, നമ്മുടെ രാഷ്ട്രീയക്കാരെ ഒക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ വലിച്ചു താഴെയിടുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തിയ ഈ തൃശ്ശൂരിൽ ഇരുന്ന് പറയുമ്പോൾ നമ്മൾ പേര് പറയുന്നത് നിങ്ങൾ ക്ഷമിക്കണം, നമുക്കെല്ലാം പ്രിയങ്കരനായ നമ്മുടെ അഴീക്കോട് മാഷ് തന്നെ നമുക്കറിയാം. നിങ്ങൾ പ്രസംഗം കേട്ടിട്ടുണ്ടാവും മിക്കവരും. ഗംഭീരം പ്രസംഗമാണ്. അപ്പോൾ അതിൽ അദ്ദേഹം ഒരു ആക്ഷേപഹാസ്യം അതിലിങ്ങനെ ഒരു അണ്ടർ കറൻ്റായിട്ട് ഇങ്ങനെ ഉണ്ട് ഇല്ലേ. നമ്മൾ പല ആളുകളെ പറ്റി പറയുമ്പോൾ അദ്ദേഹം വളരെ തീക്ഷ്ണമായ വാക്കുകളൊക്കെ ഉപയോഗിച്ച് കളയും. പക്ഷേ ഇതേ അഴീക്കോട് നമ്മൾ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന അഴീക്കോട് മാഷ് എനിക്കൊരു അനുഭവം ഉണ്ടായത് ഞാൻ പറയാം. അപ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വേദിയിൽ പോയി എതിർപക്ഷത്തുള്ള രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെ കടിച്ചു കീറിക്കൊണ്ട് പ്രസംഗിച്ചു ഒരിക്കൽ. പത്രങ്ങളിലൊക്കെ വന്നതാണ്. അപ്പോൾ അടുത്ത ആഴ്ചയിൽ ഞാൻ എൻ്റെ കോളത്തിൽ ഞാൻ അഴീക്കോട് മാഷയെ പറ്റി ഒരു അഡ്ജക്റ്റീവ് എന്നുള്ള നിലയിൽ കഴിഞ്ഞ ആഴ്ച സഖാവ് അഴീക്കോട് പറഞ്ഞതുപോലെ എന്നൊരു പ്രയോഗം പ്രയോഗിച്ചു. അത് നമുക്കത് രണ്ട് തരത്തിൽ കാണാം. അത് കാരണം എല്ലാവരെയും കടിച്ചു കീറുന്ന, വിമർശിക്കുന്ന അഴീക്കോട് മാഷിനെ വേണമെങ്കിൽ ഒന്ന് നേരത്തെ നമ്മൾ നെഹ്റുവിൻ്റെ കാര്യത്തിൽ നെഹ്റു ശങ്കരനോട് പറഞ്ഞതുപോലെ പറഞ്ഞ് അത് അങ്ങനെ വിചാരിച്ച് അവസാനിപ്പിക്കാം. അഴീക്കോട് മാഷ് വളരെ പ്രകോപിതനായി. അദ്ദേഹം ഞങ്ങളുടെ ചീഫ് എഡിറ്റർക്ക് ഒരു കത്തെഴുതി. അദ്ദേഹം കത്തിൽ എഴുതിയിരുന്നത്, ഒരു കോളം, ഒരു പത്രം കയ്യിലുണ്ടെന്ന് വിചാരിച്ച് എന്തും ചെയ്യാമെന്നാണോ വിചാരിക്കുന്നത്? ഇയാൾ ആരാണ് എന്നെ ഇങ്ങനെ സഖാവ് അഴീക്കോടെന്നൊക്കെ വിളിക്കാൻ? അപ്പോൾ ഞങ്ങളുടെ ചീഫ് എഡിറ്ററോട് അദ്ദേഹം പറഞ്ഞു, അവസാനം ആ കത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇദ്ദേഹത്തെ എത്രയും വേഗം സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിടണം. ഏറ്റവും ലളിതമായ അദ്ദേഹത്തിൻ്റെ അഴീക്കോട് മാഷിൻ്റെ ആവശ്യം അതുമാത്രമാണ്, എന്നെ പിരിച്ചുവിടണം എന്നുള്ളതാണ്. അപ്പം ഞങ്ങളുടെ ചീഫ് എഡിറ്റർ വളരെ മനോഹരമായ ഒരു കത്ത് അദ്ദേഹത്തിന് എഴുതി. അതതിൻ്റെ ഒരു ഭാഗം. അത് കഴിഞ്ഞ് ആ കാലത്ത് നമുക്ക് ഈ പറയുന്ന നമ്മൾ ചെയ്യുന്ന ജോലിയുടെ സ്വഭാവം അനുസരിച്ചിട്ട് അഴീക്കോട് മാഷ് അങ്ങനെ കത്തെഴുതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ വെറുക്കുകയോ അല്ലെങ്കിൽ ശത്രുവായിട്ട് കാണുകയോ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അക്കാലത്ത് നമ്മൾ അഴീക്കോട് മാഷിൻ്റെ കുക്കിനെ പറ്റി, പാചകക്കാരനെ പറ്റി ഒരു സ്റ്റോറി ചെയ്തു. നിങ്ങൾ ചിലരെങ്കിലും അത് വായിച്ചിട്ടുണ്ടാവും, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അദ്ദേഹം ആ പാചകക്കാരനെ പറ്റി പറയുന്നത്, അദ്ദേഹം ഈ പാചകക്കാരൻ
കറിയിൽ എന്താ സ്പൈസസ് ഇടുന്നതിന് പകരം അദ്ദേഹം കുന്തിരിക്കമാണ് ഇട്ടത്. അപ്പോൾ കുന്തിരിക്കം ഇട്ട് എനിക്ക് കറി വെച്ച് തരുന്ന എൻ്റെ പാചകക്കാരനാണ് ഇദ്ദേഹം എന്ന് അദ്ദേഹം നമ്മുടെ ഫീച്ചറിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അടുത്ത തവണ ഞാൻ തൃശ്ശൂർ വന്നപ്പോൾ ഞാൻ ഒരിടത്തിരിക്കുമ്പോൾ അഴീക്കോട് മാഷ് ആ ആളിനെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ജോസ് വന്നിട്ടുണ്ട്, അപ്പോൾ ജോസിനൊന്ന് കൊടുത്തേ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു അതേ നമുക്കൊന്ന് കാണണം, അതിലെ വരണം. അപ്പോൾ ഞാൻ പറഞ്ഞു മാഷേ അത് നമ്മൾ തമ്മിൽ ഭയങ്കര പിണക്കമല്ലേ, മാഷ് എന്നെ പിരിച്ചുവിടണമെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് എനിക്കും ജോലിയില്ലാതായി ഞാനങ്ങനെ നടക്കുകയാണിപ്പോൾ, അതുകൊണ്ട് പിന്നെ നമ്മൾ കാണുന്നതിലൊരു കാര്യമില്ല. അല്ലല്ല അവിടെ വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ ഞാൻ അതിൻ്റെ സ്വഭാവം ഒന്ന് മാറ്റാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മാഷെ കാണണ്ട, ഞാനിവിടെ വന്നെങ്കിലും മാഷെ എനിക്ക് കാണണ്ട, എനിക്ക് മാഷിൻ്റെ ആ നല്ല പാചകക്കാരനെ ഒന്ന് കാണണം. അതായത് ഈ കുന്തിരിക്കം ഇട്ട് കറി വയ്ക്കുന്ന ആളിനെ ഒന്ന് കണ്ടാൽ കൊള്ളാം. അപ്പോൾ അത് പറഞ്ഞതോടുകൂടി ഈ അടിസ്ഥാനപരമായി നിങ്ങൾക്കിവിടെ ചിലർക്കെങ്കിലും അറിയാവുന്ന പോലെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനായാണല്ലോ അഴീക്കോട്. അപ്പോൾ അദ്ദേഹം ഉറക്കെ ചിരിക്കുകയും അപ്പോൾ ഞങ്ങളങ്ങനെ വീണ്ടും സുഹൃത്തുക്കളാകുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ചിലപ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വാക്യം ഒരു പ്രകോപനമായി തീർന്നേക്കാം. നിങ്ങൾ സാഹിത്യ തൽപരരായ ആളുകൾ ഓർക്കുന്നുണ്ടാവും നമ്മുടെ പ്രൊഫസർ എം കൃഷ്ണൻ നായരെ പറ്റി. കൃഷ്ണൻ നായർ ജീവിതത്തിൽ അങ്ങനെ ഫലിതമൊന്നും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, അവിടെ ഞാൻ പോയപ്പോഴും കേട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം നമുക്കറിയാം പല ആളുകളെ പറ്റിയും പുതുതായി ഒരുപക്ഷെ ആദ്യമായി ഒരു കഥ എഴുതുന്ന ആളെയൊക്കെ അദ്ദേഹം നിശിതമായി വിമർശിച്ച് കടിച്ചു കീറും. ഈ കുട്ടി ഇനി കഥ എഴുതണ്ട, അടുക്കളയിലെങ്ങാനും പോയി വല്ല ജോലിയും ചെയ്താൽ പോരെ എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ ചോദിക്കും. പക്ഷേ അതേ കൃഷ്ണൻ നായർ സാറ് അദ്ദേഹത്തെ പരോക്ഷമായെങ്കിലും നമ്മൾ ആശയാവകാശ രൂപത്തിലോ മറ്റോ എവിടെയെങ്കിലും എഴുതാനിടയാകുവാണെങ്കിൽ അദ്ദേഹം അതോടുകൂടി വളരെ രോഷാകുലനായ അനുഭവങ്ങൾ എനിക്ക് നേരിട്ടറിയാം. അപ്പോൾ നമ്മുടെ എല്ലാ ഉള്ളിൽ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ഒരു ഏകാധിപതി ഉണ്ട് എന്നുള്ളതാണ് വാസ്തവത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഈ ഏകാധിപതിയെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ആ ഏകാധിപത്യത്തിൻ്റെ മോനെ ഓടിക്കാൻ ഒരുപക്ഷെ നമ്മൾ ചുറ്റുപാടും കാണുന്ന എഴുത്തിലും വരയിലും കാർട്ടൂണിലും ഒക്കെ കാണുന്ന ഈ ഹാസ്യത്തിന് അല്ലെങ്കിൽ സറ്റയറിനൊക്കെ കഴിഞ്ഞേക്കാമെന്നുള്ളത് വാസ്തവത്തിൽ ഒരു വലിയ സോഷ്യോളജിക്കൽ ഒരു ചികിത്സയായി എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഇപ്പം കാർട്ടൂണുകളുടെ കാര്യത്തിൽ നമുക്കറിയാം, നെഹ്റുവിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം നമ്മുടെ കേരളം ഭരിച്ച പല ആളുകളും മനോഹരമായ കാർട്ടൂണുകൾ വരുമ്പോഴേ നമ്മുടെ ഓഫീസുകളിൽ വിളിച്ചിട്ട് ആ കാർട്ടൂൺ ഒന്ന് വലുതാക്കി ഫ്രെയിം ചെയ്ത് തരണമെന്ന് പറഞ്ഞ ഭരണാധികാരികളുണ്ട്. അതേസമയം ഒരു പോക്കറ്റ് കാർട്ടൂണെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി രോഷാകുലരാകുന്ന ആളുകളും നമുക്കുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പരിച്ഛേദമാണ് എന്ന് കണ്ട് നമുക്ക് ആശ്വസിക്കാം. എത്ര കാലം നമുക്ക് ആശ്വസിക്കാൻ പറ്റും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. എങ്കിലും തൽക്കാലം നമുക്ക് അങ്ങനെ ആശ്വസിക്കാനേ നിവൃത്തിയുള്ളൂ എന്നെനിക്ക് തോന്നുന്നു. വേദിയിലുള്ള പാനൽ അംഗങ്ങളുടെ അഭിപ്രായ പ്രകാരം നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ളൊരു അവസരം തരികയാണ്. വോളണ്ടിയേഴ്സ് മൈക്കുകൾ എത്തിച്ചു കൊടുക്കണം. ദയവായി ചോദ്യങ്ങൾ പ്രസംഗങ്ങളായി വർദ്ധിക്കാതെ ചോദ്യങ്ങളായി മാത്രം ഉന്നയിക്കണം. 2-3 വാക്യങ്ങൾ ഒതുക്കണം എന്ന അപേക്ഷയുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും പാനൽ അംഗങ്ങൾ ഒരു വട്ടം കൂടി സംസാരിക്കുന്നതാണ്. ജോസ് പനച്ചിപ്പുറം സാറിനോടാണ്. സാറേ, പഴയ തുള്ളൽ കഥകളും ചാക്യാർകൂത്തും തെയ്യവും ഒക്കെ അന്നത്തെ ഭരണാധികാരികളെ ധാരാളം വിമർശിച്ചിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസം അന്നത്തെ രാജഭരണത്തിലോ അല്ലെങ്കിൽ ഏകാധിപത്യ പ്രവണതകൾക്കോ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഇത് ഒന്ന്. 2, പൗലോസ് സാറിനോടാണ്. സാർ, ഈ ബ്രിട്ടനിലെ ഒരു നേഴ്സ്, മലയാളി നേഴ്സ് തിരിച്ചു കേരളത്തിലേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞു, ബ്രിട്ടനിൽ പോയി എല്ലാ ഡോക്ടേഴ്സും എന്ത് പറഞ്ഞാലും മനസ്സിലാവും, പക്ഷേ അവർ ഒരു ഫലിതം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. എൻ്റെ ചോദ്യം സാർ, ഈ ഫലിതം എന്ന് പറയുന്നത് കൾച്ചർ ഡിപ്പെൻഡൻ്റ് ആണോ? എനിക്ക് അവസാനം കൾച്ചർ സ്പെസിഫിക് ആണോ? കൾച്ചർ സ്പെസിഫിക് എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നത് ലാംഗ്വേജ് സ്പെസിഫിക് എന്ന് പറയുന്നതായിരിക്കുന്നത്, അതല്ലേ? നമ്മുടെ ഒരുപക്ഷെ ഇപ്പോൾ നമ്മുടെ നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ നമുക്കറിയാമല്ലോ, പണിക്കർ സാറിനെ പറ്റി ഇവിടെ പറയുകയുണ്ടായി.
എനിക്ക് വളരെ ബഹുമാനമുള്ള എൻ്റെ അധ്യാപകനാണ് പണിക്കർ സാറ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ വന്ന് അദ്ദേഹം ചിലപ്പോൾ നമുക്കറിയാം കവിത എഴുതുമ്പോൾ മലയാളത്തിൽ എഴുതുന്ന പണിക്കർ സാറ് ഇംഗ്ലീഷ് MA പഠിക്കുന്ന കുട്ടികളോട് ഇംഗ്ലീഷിലാണല്ലോ പറയുക. അദ്ദേഹം വന്നിട്ട് ചില സർക്കാസ്റ്റിക് ആയിട്ടുള്ള കമൻസൊക്കെ പറയും. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കിയേ, ആ അദ്ദേഹം ഇംഗ്ലീഷിൽ പറയുന്ന ആ ഒരു പ്രയോഗം നമ്മൾ ഈ ക്ലാസ്സിന് പുറത്തിറങ്ങി നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളോട് അതേ ഭാഷയിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ആളുകൾക്കത് മനസ്സിലാവണമെന്നില്ല, അല്ലേ? അതുകൊണ്ട് ലാംഗ്വേജ് സ്പെസിഫിക് ആണ് എന്ന് പറയുന്നതായിരിക്കും ശരി. കൾച്ചർ സ്പെസിഫിക് ഒരു പക്ഷേ അത് നമുക്ക് ലാംഗ്വേജ് സ്പെസിഫിക് കൾച്ചർ സ്പെസിഫിക് അല്ലേ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ എന്നാലും ലാംഗ്വേജ് സ്പെസിഫിക് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി കൃത്യം. പിന്നെ ഈ പഴയ കാലത്ത് ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെയൊക്കെ കാലത്തെ ഈ രാഷ്ട്രീയ സാമൂഹ്യ വിമർശം അതുകൊണ്ട് എന്തെങ്കിലും മാറ്റമുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ചരിത്രത്തിൽ നിന്ന് അത്ര വിവരമില്ലെങ്കിലും എനിക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തെ അന്നത്തെ രാജാക്കന്മാർ, ഭരണാധികാരി വർഗം സഹിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരുപക്ഷെ ചെറിയ തരത്തിലുള്ള ഒരു മാറ്റത്തിൻ്റെ സൂചനയല്ലേ? അതായത് ഇപ്പം ശങ്കർ വരച്ച കാർട്ടൂണിൻ്റെ അടിസ്ഥാനത്തിൽ നെഹ്റു ഒരുപക്ഷെ അധികം ഒന്നും ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷേ നെഹ്റു എന്നെ സ്പെയർ ചെയ്യരുതെന്ന് പറഞ്ഞത് തന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പേ പറഞ്ഞ സഹിഷ്ണുതയുടെ ഒരു വലിയ ലക്ഷണമാണ്. നമ്മുടെ രാജാക്കന്മാരൊക്കെ തന്നെ നമുക്കറിയാം അന്ന് അവർ പറയുന്നത് എന്തും നടക്കുമായിരുന്നു, ഇല്ലേ? എന്നിട്ട് പോലും അവർ ഈ കുഞ്ചൻ നമ്പ്യാരെയും അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളെയും സഹിച്ചു എന്ന് പറയുന്നത് അതിൻ്റെ ഈ പറയുന്ന ഒരു സാമൂഹ്യ മാറ്റത്തിൻ്റെ ചെറിയൊരു തുടക്കമായി കാണുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് നമുക്ക് അത്രത്തോളം സഹിക്കാൻ നമ്മുടെ അധികാരി വർഗം തയ്യാറാകുമോ എന്ന് എനിക്കറിയില്ല. നേരത്തെ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞ മാതിരി അധികാരത്തിലിരിക്കുന്ന ആളുകൾ മാത്രമല്ല അധികാരം കൈയാളുന്നത്, അല്ലേ? നമുക്കറിയാമല്ലോ നമ്മുടെ സാമൂഹിക സംഘടനകൾ, പിന്നെ അത്തരത്തിലുള്ള സമുദായങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സംഘടനകൾ ഒക്കെ നമുക്കറിയാം ഒരു പോക്കറ്റ് കാർട്ടൂണിലെ ഒരു കമൻറ്റിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു നേരത്തെ പറഞ്ഞ ഒരു അഡ്ജക്റ്റീവിൻ്റെ പേരിൽ ഒക്കെ നമ്മുടെ സൊസൈറ്റിയിൽ അവർ ചെയ്യുന്ന അവരുടെ പ്രതികരണത്തിൻ്റെ ആ സ്വഭാവമൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പം അത് മാറ്റങ്ങൾ ഒരുപക്ഷെ ഏത് സൊസൈറ്റിയിലായാലും അല്ലെങ്കിൽ ഇപ്പോൾ കലയിലൂടെയും സാഹിത്യത്തിലൂടെയും കാർട്ടൂണിലൂടെയും ഒക്കെയുള്ള മാറ്റങ്ങൾ വളരെ 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 സ്ലോ ആയിരിക്കും. പെട്ടെന്നൊരു മാറ്റം ആവണമെന്നില്ല. പക്ഷേ അതിനവർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്നുള്ളത് തന്നെ ആ സമൂഹത്തിൻ്റെ ഒരു പ്രതിഫലനമായി നമുക്ക് കാണാം. പക്ഷേ ഇപ്പോൾ ആ സഹിഷ്ണുത മലയാളികളെ പോലെ വളരെ സഹിഷ്ണുതയുണ്ടായിരുന്ന ഒരു സൊസൈറ്റിയിൽ പോലും എത്രത്തോളം ആ സഹിഷ്ണുത പിന്നോക്കം പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇങ്ങനെ ഒരു വേദിയിലെ ആശങ്കയോടുകൂടി സംസാരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത ചോദ്യം. എല്ലാ പാനലിലെ എല്ലാവരോടും കൂടി ചോദിക്കുകയാണ്, ചെറിയ ചോദ്യമാണ്. നമ്മൾ ആക്ഷേപഹാസ്യം എഴുതുമ്പോൾ പ്രത്യേകിച്ച് മുഖം നോക്കി പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു പൊതുവായ ഒരു ട്രെൻഡുണ്ട്. നമ്മൾ ആർക്കെതിരെയാണ് ഈ ശരങ്ങൾ ഉപയോഗിക്കേണ്ടത്? അധികാരത്തിലിരിക്കുന്നവരെതിരെ മാത്രമേ പാടുള്ളൂ, അണ്ടർ പ്രിവിലേജ്ഡ് ആൾക്കാർക്കെതിരെ പാടില്ല, അല്ലെങ്കിൽ പുരോഗമന ആശയങ്ങൾക്കെതിരെ പാടില്ല. ഉദാഹരണം ഫെമിനിസ്റ്റിനെ ഒന്നും കളിയാക്കാൻ പാടില്ല എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഹാസ്യ സാഹിത്യകാരൻ അല്ലെങ്കിൽ ഹാസ്യകാരന് ചെയ്യാൻ പറ്റുമോ? അയാൾ എല്ലാത്തിനെയും തമാശ കണ്ണിലൂടെയല്ലേ കാണുന്നത്? ഇതാണ് ചോദ്യം. അതെല്ലാം അധികാരത്തിൻ്റെ കേന്ദ്രങ്ങളാണ്. ഫെമിനിസത്തിൻ്റെ ടോപ്പിൽ ഇരിക്കുന്ന ഒരാൾ പറയും ഞങ്ങളെ കളിയാക്കാൻ പാടില്ല എന്ന് പറയും. അതുപോലെ തന്നെ സബോട്ടൻ ലിറ്ററേച്ചറിലോ സബോട്ടൻ മൂവ്മെൻറ്റിൻ്റെയോ തലപ്പത്തിരിക്കുന്നവർ പറയും ഞങ്ങളെ കളിയാക്കാൻ പാടില്ല. അതെല്ലാം ഈ മനസ്സൊന്ന് തന്നെയാണ്, ഏകാധിപത്യപരമായ മനസ്സ് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റ് പാനലിസ്റ്റുകൾ യോജിക്കുന്നുണ്ടോയെന്ന് അറിയാം. നമ്മൾ പൗലോസ് കൊടുക്കും. അതിലൊരു എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മളിപ്പോൾ വർഷങ്ങളായി ഇപ്പോൾ ദളിത് ആളുകൾ ഒരു കാലത്ത് തമാശയുടെ പാത്രങ്ങളായിരുന്നു. ദളിത് കഥാപാത്രങ്ങളെ വെറും ഹാസ്യരൂപങ്ങളായിട്ട് മാത്രം കൈകാര്യം ചെയ്തവരുണ്ടായിരുന്നു. സ്ത്രീകളെ അങ്ങനെ കൈകാര്യം ചെയ്തവരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നൂറ്റാണ്ടുകളായി അങ്ങനെ അടിച്ചമർത്തപ്പെട്ട ഒരു മനുഷ്യരുടെ നേരെയാണോ വീണ്ടും ഇത് പ്രയോഗിക്കേണ്ടത് എന്ന ഒരു ചോദ്യം അതിനകത്തുണ്ട്. പക്ഷേ അവരതിന് അതീതരാണ് എന്നതിന് അർത്ഥമില്ല.
അതാണ് പിന്നെ അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. കാരണം അവരിതിങ്ങനെ എത്രയോ നാളുകളായി അനുഭവിച്ചു വന്ന അവരുടെ വേദനയുണ്ട്. അവരുടെ ചില നാട്ടിലൊക്കെ ചീത്ത പറയുന്നത് എനിക്ക് നേരിട്ടുള്ളൊരു അനുഭവമുണ്ട്. പക്ഷേ ഞാനത് പറയുന്നത് ശരിയല്ല. ഒരാൾ മറ്റൊരാളെ ചീത്ത വിളിക്കുന്നത്, അയാളുടെ ഏറ്റവും വലിയ ചീത്ത വാക്ക് കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിലെ 4 വരിയേക്കാൾ വലുത് അയാൾ പ്രദാനം ചെയ്യുന്ന ജാതിയാണ്. ആ ജാതിയാണ് അയാൾ പറയുന്നത്. അങ്ങനെ ഫലിതത്തിന് ഒരു രൂപം കൊടുക്കണോ? അങ്ങനെ നമ്മളെല്ലാത്തിനെയും ഫ്രീലാൻസായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടവരാണോ? അതൊക്കെ വ്യക്തിയധിഷ്ഠിതമാണ്. നമുക്ക് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് പ്രശ്നം. നിങ്ങൾ ശരവ്യമാക്കുന്നത് ആരെയാണ് എന്നുള്ളത് പ്രശ്നമാണ്. അത് നമ്മുടെ ധാർമ്മികതയുടെയും ധർമ്മബോധത്തിൻ്റെയും പ്രശ്നമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോൾ ഈ പറയാനുള്ളത് പറയുക തന്നെ വേണം എന്നൊരു കാര്യം കൂടി ഉണ്ട് ഇതിൻ്റെ പുറകിൽ. ഒരുത്തർക്കും ലഘുത്വത്തെ വരുത്തുവാൻ ഭയമില്ല, ഒരുവനും പ്രിയമായി പറവാനും ഭാവമില്ല എന്നാണ് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞത്. ഇവിടെ നേരത്തെ പറഞ്ഞു കുഞ്ചൻ നമ്പ്യാർ അന്ന് കാലത്ത് ഏതൊക്കെ തരത്തിൽ കുഞ്ചൻ നമ്പ്യാർ ഭത്സിക്കപ്പെട്ടു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കുഞ്ചൻ നമ്പ്യാർ വിമർശിച്ചപ്പോൾ സംഭവിച്ചത്, കുഞ്ചൻ നമ്പ്യാർ അതിനു വേണ്ടി ഒഴിഞ്ഞിട്ട ഒരാളായിരുന്നു. ഏതെങ്കിലും ഒരു പ്രവൃത്തിക്ക് വേണ്ടി, അത് കലയുടെയും അതായത് സാഹിത്യത്തിൻ്റെയും സാഹിത്യത്തെക്കാൾ കുറേ കൂടെ മുകളിൽ പെർഫോമൻസിൻ്റെയും, ഒരേ സമയം എഴുത്തുകാരനായി ഒരു സ്ഥലത്ത് ഇരിക്കുകയല്ല ചെയ്ത് കുഞ്ചൻ നമ്പ്യാർ പെർഫോം ചെയ്തു. ഒരേ സമയം എഴുത്തുകാരനും ഒരേ സമയം നടനുമായ കുഞ്ചൻ നമ്പ്യാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതിനു വേണ്ടി ജനിക്കപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹത്തെ അക്കാലത്ത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് അതിനേക്കാൾ വലിയ ശിക്ഷ സമൂഹം ആ നേരത്തെ പറഞ്ഞ ഏകാധിപതികൾക്ക് കൊടുക്കും എന്ന് കുഞ്ചൻ നമ്പ്യാർ മനസ്സിലാക്കിയിരുന്നു. കുഞ്ചൻ നമ്പ്യാർ എഴുതിയിരുന്ന ഓരോ കൃതികളും ആത്മഹത്യാപരമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ യാതൊരു തർക്കവുമില്ല. അത് ഇപ്പോൾ വായിക്കുമ്പോഴും നമുക്കത് തോന്നുന്നുണ്ട്. ഇന്ന് വായിച്ചപ്പോഴും അതാണ് തോന്നിയത്. ഓരോ കൃതികളിലും ഓരോ വിമർശനത്തിലും അദ്ദേഹം നടത്തിയിരുന്നത് പോണമെങ്കിൽ തല പോട്ടെ എന്ന രീതിയിൽ തന്നെയാണ്. അങ്ങനെ പ്രവൃത്തി ചെയ്യുന്ന ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുമാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഇവിടെ ആർക്കും കുറച്ച് ശബ്ദങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ സത്യം മനസ്സിലാക്കുന്ന ഒരു ജനക്കൂട്ടം എന്നും ഈ ആക്ഷേപഹാസ്യകാരൻ്റെ, ഈ എഴുത്തുകാരൻ്റെ, ഈ പ്രകടനക്കാരൻ്റെ കൂടെ ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു അനുഭവവും വിശ്വാസവും. അടുത്ത ചോദ്യത്തിന് മുമ്പ് ഒരു വാക്ക് കൂട്ടിച്ചേർക്കട്ടെ. ഈ ഫലിതപ്രയോഗവും ചീത്തവിളിയും ഒന്നാണെന്ന് ധരിക്കരുത്. ഒരാൾ ഉയരം കുറഞ്ഞ ഒരാളെ കുള്ള എന്ന് വിളിക്കുന്നതിനകത്തൊരു ഫലിതവും ഇല്ല. അതുപോലെ കണ്ണിന് ഇത്തിരി പ്രശ്നമുള്ളവരെ കോങ്കണ്ണി എന്ന് വിളിക്കുന്നത് ഫലിതപ്രയോഗമല്ല. അങ്ങനെ വിളിക്കുന്നതിനാണ് നമ്മൾ അത് അവരുടെ ശാരീരികമോ മറ്റേ ജനിച്ച കുലത്തിൻ്റേതോ ആയ എന്തെങ്കിലും കുറ്റങ്ങൾ ചേർത്ത് വിളിക്കുന്നതിനകത്ത് ഒരു ഫലിതവുമില്ല. അതിനെയാണ് നമ്മൾ സ്വീകാര്യമായ ഒരു ഫലിതപ്രയോഗമായിട്ടോ വിളിയായിട്ടോ കൂട്ടാത്തത്. അല്ലാതുള്ള വിമർശങ്ങൾ ആവാം. വിമർശങ്ങളാണ് വാസ്തവത്തിൽ ഫലിതത്തിൻ്റെ കാതൽ. അടുത്ത ചോദ്യത്തിന് വേണ്ടി കാത് തുറക്കുകയാണ്. പേര് ബാബുരാജൻ, ജയരാജ് വാര്യരോടാണ് ചോദ്യം. നമുക്ക് വളരെ ശക്തമായ ഒരു ഹാസ്യ പാരമ്പര്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കേരളത്തിൽ പ്രത്യേകിച്ചും തോലൻ, കുഞ്ചൻ നമ്പ്യാർ, ഇ വി കൃഷ്ണപിള്ള, സഞ്ജയൻ, പിന്നെ നമ്മുടെ ആദ്യത്തെ നോവൽ നോക്കുമ്പോൾ തന്നെ ചന്തുമേനോൻ, ഇന്ദുലേഖ തുടങ്ങി നോക്കുമ്പോൾ ബഷീർ ഒക്കെ. പക്ഷെ പിന്നീട് ഈ ഹാസ്യത്തിൻ്റെ ഗ്രാഫ് വളരെ താഴോട്ട് വന്നു. നമ്മൾ സിനിമ എടുത്ത് നോക്കിയാലും കവിതയും നോവലും നാടകവും ഒക്കെ എടുത്ത് നോക്കിയാൽ താഴോട്ട് വന്നപ്പോൾ ഒരു ട്രോളിൽ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ നമ്മുടെ മലയാളിയുടെ ഹാസ്യം ഇങ്ങനെ ഇടിഞ്ഞു പോയത് എന്നാണ് ചോദ്യം. താങ്കൾ പറഞ്ഞ തോല കവി കുഞ്ചൻ നമ്പ്യാർ വേണ്ടി വന്ന വെൺമണിയും അതും കടന്നു വന്ന് നമ്മുടെ മറ്റേ ആധുനിക മലയാള സാഹിത്യത്തിലെ വൈക്കം മുഹമ്മദ് ബഷീർ, പദ്യത്തിൽ കുഞ്ചൻ നമ്പ്യാരും ഗദ്യത്തിൽ ബഷീറുമാണ് നമ്മുടെയൊക്കെ ഗുരുനാഥന്മാർ എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഈ നാട്ടിലെ എല്ലാവിധത്തിലുള്ള സാമുദായിക പ്രശ്നങ്ങളും ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളൊക്കെ ഇല്ലാതാക്കാനൊരു വഴിയുള്ളൂ. നേതാക്കന്മാർക്ക് വരട്ടിച്ചോറി പിടിച്ചാൽ മതി എന്ന് പറഞ്ഞ ആളാണ് ബഷീർ. കാരണം ഇരുന്ന് മാന്താൻ തന്നെ ഒരുപാട് സമയം വേണം എന്ന് പറഞ്ഞ ആളാണ് ബഷീർ. എനിക്ക് തോന്നുന്നത് ഇവിടെയൊക്കെ പ്രതിഭയുടെ തന്നെ ഒരു അഭാവമായിരിക്കണം എന്ന് തോന്നുന്നു. കൃതികൾ ഉണ്ടാകാത്തത്. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞൊരു ഗ്രാഫ് പറഞ്ഞല്ലോ, ഇങ്ങനെ വന്ന് നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ പറഞ്ഞു, നമ്മൾ VK ഓർക്കുന്നു, അതിനുശേഷമുള്ളവരെ ഓർക്കുന്നു, EV ഓർക്കുന്നു,
CV കുഞ്ഞിരാമനെ പോലുള്ളവരെ ഓർക്കുന്നു. ഇവരെയൊക്കെ ഓർത്തിങ്ങനെ വരുമ്പോൾ ഈ ഗ്രാഫ് ഇങ്ങനെ വരാനുള്ള കാരണം പ്രതിഭയുടെ ഒരു കുറവ് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ച ഒരുപാട് നല്ല മികച്ച ഹാസ്യ സാഹിത്യങ്ങൾ, ഞാൻ അക്കാഡമിയുടെ തന്നെ പ്രസിദ്ധീകരണങ്ങൾ വായിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വായനയിൽ അതിനെക്കുറിച്ചുള്ള റിവ്യൂസ് വരുന്നോ അതിൻ്റെ കുറവാണോ എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പേര് വളരെ നന്നായി എഴുതുന്നുണ്ട്. ഈ അക്കാഡമിയിൽ തന്നെ ഉണ്ട്, ഞാനവരെ പേരൊന്നും പറയുന്നില്ല. കഴിഞ്ഞ അക്കാഡമിയുടെ ഹാസ്യ സാഹിത്യത്തിൻ്റെ ഒരു ജൂറിയിൽ ഈ കഴിഞ്ഞതിൻ്റെ മുൻപേ ഉള്ള ഞാൻ ഉണ്ടായിരുന്നു. എനിക്ക് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അതായത് നമ്മളൊന്നും ചിന്തിക്കാത്ത പ്ലെയിനിൽ നർമ്മങ്ങൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നർമ്മം പ്രയോഗിച്ച് നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന, മണ്ണ് എന്താ പറയുക, ചിരിച്ച് മണ്ണ് കപ്പിയിട്ട് ആ മണ്ണ് തുപ്പിക്കളഞ്ഞിട്ട് വീണ്ടും ചിരിക്കുക എന്നുള്ള VKN പ്രയോഗിക്കാവുന്ന തരത്തിലുള്ള നർമ്മം എഴുതുന്നവരെ ഞാൻ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞൊരു 5 വർഷത്തിനിടയിൽ വായിച്ചിട്ടുണ്ട്. പിന്നെ ട്രോളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതൊക്കെ നമ്മൾ ഈ പറയുന്ന ഈ നിമിഷ നേരം ഉണ്ടാകുന്ന ഒരു ചിരിക്ക് വേണ്ടിയാണ് ട്രോളുകൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രോളുകളൊക്കെ നമ്മൾ സ്റ്റേജിൽ, ഞാനൊക്കെ വേദിയിൽ പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ ട്രോളുകളായി വരുന്നുണ്ട്. മൊബൈൽ ഫോൺ ഇറങ്ങിയ കാലത്ത് പറഞ്ഞ ഒരു വിഷയം ഇപ്പോൾ വലിയൊരു ട്രോളായിട്ടുണ്ട്. അതെനിക്ക് അയച്ചു തന്ന എൻ്റെ സുഹൃത്ത് തന്നെയാണ്. കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി ഏതൊരു പുതിയ കോഴ്സിന് ചേരാൻ വേണ്ടി ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ചോദിച്ചപ്പോൾ അച്ഛനോട് ചോദിച്ചു, അച്ഛാ എൻ്റെ നെറ്റിയിലെ ഈ കാക്കപ്പുള്ളി എഴുതാമല്ലേ എന്ന് പറഞ്ഞു. വേണ്ട, അത് ചിലപ്പോൾ മാഞ്ഞു പോവും, ഇടത്ത് കയ്യിൽ ടെലിഫോൺ ഉള്ളവൻ എന്ന് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. ഒരു അച്ഛൻ മകന് പറഞ്ഞു കൊടുക്കുക, കാരണം അവൻ്റെ കയ്യിൽ അത് മാത്രമാണ് എപ്പോഴും. അതൊരു ട്രോളർ ഡയലോഗാണ്. കാരണം ഇത് നമ്മൾ പണ്ടേ പറഞ്ഞതാണ്. കുഞ്ഞുണ്ണി മാഷ് വളരെ മുമ്പ് എഴുതി വെച്ചൊരു കാര്യം ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കലായത് ഈ കാലത്താണ്. കുഞ്ഞുണ്ണി മാഷ് പണ്ടൊരു കവിതയിൽ എഴുതിയതാണ്, കയ്യും മേലോട്ടാക്കി കാലും മേലോട്ടാക്കി തലയും കീഴോട്ടാക്കി ആകെ കീഴോട്ടാക്കിയിട്ടങ്ങിനെ എൻ്റെ നടത്തം അങ്ങനെ എൻ്റെ നടത്തം അങ്ങനെ എൻ്റെ നടത്തം എന്ന് എത്രയോ കൊല്ലം മുമ്പ് എഴുതിയതാണ്. അന്നറിയാമോ നമ്മുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ വരുമെന്നും നമ്മുടെ എല്ലാ തലമുറകളും ഒരുപോലെ താഴോട്ട് നോക്കി നടക്കുമെന്നും നമ്മൾ അറിഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ചികഞ്ഞു നോക്കുമ്പോൾ, അന്വേഷിച്ച് പോകുമ്പോൾ ഇപ്പോഴും ആക്ഷേപഹാസ്യത്തിൽ മികച്ച രചനകൾ വരുന്നുണ്ട്. നമ്മളത് കണ്ടെത്താത്തതാണ്. അന്വേഷിക്കുവിൻ കണ്ടെത്തും. അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്നല്ല, അന്വേഷിക്കുവിൻ കണ്ടെത്തും. എനിക്കതാണ് തോന്നുന്നത്. ഞാൻ വായിച്ച ഇപ്പോഴും നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുന്നു ഞാനൊരു യുവ എഴുത്തുകാരൻ്റെ നർമ്മം. വളരെ ഗംഭീരമാണ്. ഞങ്ങൾക്കൊക്കെ പലപ്പോഴും ചിന്തിക്കാനുള്ള സ്പാർക്ക് കിട്ടുന്നത് അതിൽ നിന്നാണ്. പുതിയൊരു വേദിയിലേക്ക് കയറുമ്പോൾ ഇന്ന് എന്ത് പറയും എന്ന് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ ഓർമ്മ വരുന്നത് ഏറ്റവും ലേറ്റസ്റ്റൊക്കെ ആയിട്ട് എഴുതിയ ഒരു സാഹിത്യമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഓക്കെ, അത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഹാസ്യത്തിൻ്റെ ഒരു രീതിയും കൂടി മാറിയിട്ടുണ്ട്. അപ്പോൾ മലയാളി സ്വീകരിക്കുന്നില്ല എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു രീതി മാറി. ഇപ്പം ഓട്ടംതുള്ളൽ വന്നപ്പോൾ കൂത്തിനാൾ കുറഞ്ഞു. പിന്നെ ആ ഓട്ടംതുള്ളലിന് ശേഷം പിന്നെ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ സിനിമയിലുള്ള ഹാസ്യരംഗങ്ങൾ, നാടകത്തിലുള്ള ഹാസ്യരംഗങ്ങൾ അത് കുറഞ്ഞു. ഇപ്പോൾ ട്രോളുകളാണ്. ട്രോളുകൾ പലപ്പോഴും അത് പ്രത്യേകം സംഘത്തെ നിയമിച്ച് അങ്ങനെ ട്രോള് ചെയ്യുന്ന പണികളുണ്ട്. അത് പൊളിറ്റിക്സ് ഉണ്ട് അതിനകത്ത് പൊളിറ്റിക്സ് ഉള്ളതുകൊണ്ട് കൃത്യമായി ട്രോളിങ്ങിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക ടീമിനെ തന്നെ പണം കൊടുത്ത് ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ട്രോളുകളുടെ രൂപത്തിലേക്ക് മാറുന്നു. മിമിക്രികൾ ഒരു കാലത്ത് സ്റ്റേജ് കൈയടക്കിയിരുന്നു. അങ്ങനെ പല രീതിയിൽ, ഇപ്പോൾ കഥാപ്രസംഗം, അങ്ങനെ പല രീതിയിൽ ഇതിൻ്റെ സംഗതികളിൽ മാറിയിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ ഹാസ്യത്തെക്കുറിച്ച് പൊതുവെ പറഞ്ഞിരുന്നു. പക്ഷേ കുഞ്ചൻ നമ്പ്യാരെ വിമർശിച്ചിരുന്നു കുട്ടിക്കൃഷ്ണ മാരാർ അദ്ദേഹത്തിൻ്റെ വ്യാസൻ്റെ ചിരിയിൽ കുഞ്ചൻ നമ്പ്യാരെ വിമർശിക്കുകയാണ്. അദ്ദേഹം പിന്നെ പറഞ്ഞത് ഏറ്റവും വലിയ വ്യാസൻ്റെ ചിരി എന്ന് കുട്ടിക്കൃഷ്ണ മാരാർ കണ്ടെത്തിയത് ഋഷിശൃംഖനെ പിടിക്കുന്നതിന് വേണ്ടി ആ സ്ത്രീ വരുന്നു. ഇപ്പോൾ അഭിസാരിക എന്ന് പ്രയോഗിക്കാമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ വരുന്നു. അവർ വന്നിട്ട് ഇവനിത് മനസ്സിലാവുന്നില്ല സ്ത്രീയാണെന്ന്. മഹർഷി വരുമ്പോൾ ഞാനൊന്നൊരു പുതിയ ആളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഈ പുതിയ ആളുടെ അംഗവർണ്ണന ഋഷിശൃംഖൻ നടത്തുന്നുണ്ട്. അത് വ്യാസൻ എഴുതിയിട്ടുണ്ട്. കുട്ടിക്കൃഷ്ണമാരാർ ഉദാത്തമായ ഹാസ്യത്തിൻ്റെ ലക്ഷണമായി പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ഇത് ഗംഭീരമാണ്, ഇതാണ് ചെയ്യേണ്ടത്. പക്ഷേ അല്ലാതെ കല്യാണ സൗഗന്ധികത്തിന് പോയ ഭീമനെ തല്ലി പരത്തി പറയുന്നതല്ല എന്ന് പറഞ്ഞ് കുഞ്ചൻ നമ്പ്യാരെ കുത്തിയിട്ടുമുണ്ട്. അപ്പോൾ അത് വ്യത്യസ്തമായ ധാരകൾ വരട്ടെ, വ്യത്യസ്ത രീതികൾ വരട്ടെ, മാറട്ടെ. ഇതിനെയൊക്കെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് തന്നെയാണ് പ്രധാനം എന്ന് എനിക്ക് തോന്നുന്നു.
ഫലിതങ്ങൾ നിത്യജീവിതത്തിലുണ്ട്. നമ്മൾ കണ്ണു തുറന്ന് നോക്കിയാൽ മതി. അത് തീർച്ചയായിട്ടും ഒരു കാലത്ത് മാത്രം ഫലിത പ്രതിഭകൾ ഉണ്ടാവുകയും പിൽക്കാലത്ത് ഉണ്ടാവാതിരിക്കുകയൊക്കെ ചെയ്യില്ല. കഴിഞ്ഞ ദിവസം ഒരു മഹാക്ഷേത്രത്തോടനുബന്ധിച്ച് പടങ്ങൾ വിൽക്കുന്ന കടയിൽ അടുത്ത് ഞാൻ നിൽക്കുമ്പോൾ അവിടെ ഒരു പ്രായമായ സ്ത്രീ, ഒരു വളരെ വിദ്യാഭ്യാസമൊക്കെയുള്ള പ്രായമായ സ്ത്രീ ശിവൻ്റെ ചിത്രമുണ്ടോ എന്ന് ചോദിക്കുന്നു. ബംഗാളിയല്ല, മലയാളി തന്നെയാണ് കാഴ്ചയിൽ. അദ്ദേഹം പറയുന്നത്, ഇല്ല ചേച്ചി, കയ്യിൽ CD പിടിച്ച ചേട്ടൻ്റെ പടമുണ്ട് എന്നാണ്. ആ CD പിടിച്ച ചേട്ടൻ ആരാണെന്ന് മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം. പേര് സജീവ് മുഖേരി. ജോസാർ പറഞ്ഞു കൾച്ചറിനേക്കാൾ ഭാഷയാണ് പ്രൊമനൻ്റായിട്ട് നിൽക്കുന്നതെന്ന്. ചോദ്യം ജയരാജനോടാണ്. പ്രത്യേകിച്ച് പെർഫോമൻസിൽ ഈ പ്രാദേശിക ഭാഷകൾ ഹാസ്യത്തെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് സിനിമയിലൊക്കെ ഇപ്പം മാമുക്കോയ സംസാരിക്കുന്നത് കോഴിക്കോടൻ ഭാഷയാണ്, ജയരാജും ഇന്നസെൻ്റൊക്കെ സംസാരിക്കുന്നത് തൃശ്ശൂർ ഭാഷയിലാണ്, ജഗതി തിരുവനന്തപുരം ഭാഷയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ പ്രാദേശിക ഭാഷാഭേദങ്ങൾക്ക് പെർഫോമൻസിൽ എത്രമാത്രം ഹാസ്യത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടി സഹായകമാവുന്നുണ്ട്? വളരെ വലിയ സ്വീകാര്യതയാണ്. അതിപ്പോൾ ഒരു 2005 മുതൽ ഉള്ള എൻ്റെ അനുഭവമാണ്. അപ്പോൾ എത്ര വർഷമായി? കാരണം അതിനകത്ത് ഇപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ ഈ തൃശ്ശൂർ എന്ന് പറയുന്ന ഇവിടെ പറയുന്ന ഭാഷ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു തൃശ്ശൂർക്കാരനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നല്ല ഫലിതബോധമുള്ളവരൊക്കെ അത് ആസ്വദിക്കും. പക്ഷേ ഇത് ഞാൻ തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും എറണാകുളത്തും വടക്കൻ ജില്ലകളിലൊക്കെ പറയുമ്പോൾ കിട്ടുന്ന വലിയ സ്വീകാര്യതയാണ്. ഇതിൻ്റെ ഒരു താളം, ഈ ഭാഷയുടെ എന്തുകൊണ്ടത് വടറാ എന്ന് പറയുന്നതിലുള്ളൊരു സംഗീതം, അങ്ങട പോയിപ്പോൾ ദേവരനു ഞാൻ എന്ത് തന്നെ എന്ന് പറയുന്നതിലുള്ള ഒരു തൃശ്ശൂർ ഭാഷയുടെ താളം, അത് വെച്ചുകൊണ്ട് എത്രയോ സിനിമകളുണ്ടായി. ഇതുപോലെ തന്നെയാണ് തിരുവനന്തപുരം ഭാഷയുടെയും. കണ്ണൂർ ഭാഗത്ത് പറയുന്ന മലയാളത്തിന് വലിയ സ്വീകാര്യതയാണ്. നിങ്ങൾ എവിടെയാ ഉള്ളത് എന്ന് ചോദിക്കുന്നതിലുള്ള ഒരു ഡിക്ഷൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ജയറാജ് വാറ നിങ്ങൾ ഏടിയ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഏടിയ ഉള്ളത് എന്ന് പറയുന്നതിലുള്ള പ്രത്യേകത. അതുപോലെ നിങ്ങൾ കോഴിക്കോട്ടുകാരുടെ ഭാഷയിലുള്ള പ്രത്യേകത ഉഷാറാട്ടോ പരിപാടി. നിങ്ങൾ സെറിക്കും നിങ്ങൾ ജയറാജ് വാറ എന്നൊരാളെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്കൊരു സംശയം ഞാൻ തന്നെയാണോ എന്നാണ്. അയാൾ ചോദിക്കും, നിങ്ങൾ സെറിക്കോ ജയറാജ് വാറ? അപ്പോൾ ഞാൻ പറഞ്ഞു അതെ. അല്ല, നിങ്ങൾ TV കാണുമ്പോൾ വേറെ ആൾ, സിനിമയിൽ കാണുമ്പോൾ വേറെ മുഖം, ഇപ്പോൾ വേറെ മുഖം, നിങ്ങൾ ശരിക്കോ? എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ ഈ കോഴിക്കോട്ട് ഭാഷ പറഞ്ഞപ്പോൾ കൂടും ചിരിച്ച് തൃശ്ശൂർക്കാരാ. അതുപോലെ പാലക്കാട്ടുകാർ സംസാരിക്കുന്ന പാലക്കാട്ടുകാരുടെയൊക്കെ ഭാഷ എന്ന് പറഞ്ഞാൽ വേറൊരു താളാണ്. സത്യേട്ടേ എന്നാണ് വിളിക്കുക. സത്യേട്ടൻ ഇല്ല, സത്യേട്ടൻ നല്ല നിലയിലാണെന്ന്. അയ്യോ അതെന്ത് പറ്റി? സത്യേട്ടൻ അറിഞ്ഞില്ലേ? പൊള്ളാച്ചി എന്ന് വരുന്ന 2 കാള സത്യത്തേടെ 2 നെഞ്ചത്ത് കുത്തിയിട്ട് ആദ്യം 8ാമത്തെ നിലയിലായിരുന്നു, അവിടെയാണ് എമർജൻസി. എന്നിട്ട് ഇപ്പം സത്യേട്ട 15ാമത്തെ നിലയിൽ നല്ല നിലയിലാണ്. അതെന്താ? അവിടെയാണ് സർജിക്കൽ ICU. ഓ നല്ല നിലയിലാണെന്ന് എന്നൊരു പാലക്കാട്ടുകാരൻ പറയുന്നതിൻ്റെ സുഖം, അതിന് വളരെ സ്വീകാര്യതയാണ്. അത് ആദ്യകാലത്ത് ഇതിൻ്റെ ഒരു ഞാനൊക്കെ പെർഫോമൻസ് തുടങ്ങി കുറേ കഴിഞ്ഞിട്ടാണ്, അതും കഴിഞ്ഞൊരു 5 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ പ്രേംചേട്ടൻ എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഭാഷ സംസാരിക്കുന്ന ഒരു ചലച്ചിത്രം ഉണ്ടല്ലോ, രാജമാണിക്യം. അത് പറയുന്നത് നെയ്യാറ്റിൻകര ഭാഗത്തെ ഭാഷയാണ്, പക്ക തിരുവനന്തപുരമല്ല. അതുപോലെ എന്താ പറയേണ്ടത്, ഇപ്പം തലശ്ശേരിയിലൊക്കെ ഭാഷ പറയുന്ന സിനിമയുണ്ട്, ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. കാസർഗോഡ് ഭാഷയുണ്ട്, നേരത്തെ ഗോപാലകൃഷ്ണേട്ടൻ പറഞ്ഞ പോലെ. പിന്നെ കൊച്ചി ഭാഷ ഏറ്റവും രസമുള്ളതാണ് കേൾക്കാൻ. ദവന്നുണ്ട് വധൂരി. ഇഷ്ടമില്ലാത്ത ഒരാൾ ഒരു സദസ്സിലേക്ക് കയറി വരുമ്പോൾ പറയുന്ന ദവന്നുണ്ട്, അങ്ങാടെ നോക്ക് വധൂരി. ഏറ്റവും ഇഷ്ടമില്ലാത്തവനെ വിളിക്കുന്ന പേരാണ് വധൂരി. അതുമാത്രമല്ല, അപ്പോൾ മച്ചാൻ ഇങ്ങോട്ട് പോയി, മച്ചുവയിൽ കയറി പടിഞ്ഞാട്ട് പോയി. മച്ചാൻ അളിയൻ, മച്ചുവ എന്ന് പറയുന്ന ആ ചെറുവഞ്ചി പടിഞ്ഞാട്ട് പോയി. ഓരോ പ്രദേശത്ത് ഓരോ തരത്തിൽ തന്നെയാണ് ഭാഷാഭേദം. എനിക്കത് വളരെ ഇഷ്ടമാണ്. ഞാൻ ചിലപ്പോൾ യാത്ര ചെയ്യാറുണ്ട് പണ്ട്. അതായത് ഇത് എനിക്കങ്ങനെ സ്വാഭാവികമായും ഈ ഒരു റീജിയണൽ ലാംഗ്വേജസ് ഇംബൈബ് ചെയ്യാനുള്ള ഒരു സിദ്ധി വളരെ ചെറിയ രീതിയിൽ എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും യാത്ര ചെയ്തിട്ടാണ് പലരുമായിട്ട് സംസാരിച്ചിട്ട്. ചില സ്ഥലത്തൊക്കെ പോയി റൂമൊക്കെ എടുത്ത് താമസിക്കുമ്പോൾ അവിടുത്തെ ആളുകളോടൊക്കെ സംസാരിക്കും. അപ്പോൾ നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞു എന്നോട്.
ഇരുത്തിയിലിരിക്കാൻ പറഞ്ഞു. എവിടെ ചെന്നപ്പോൾ കണ്ണൂർ ചെന്നപ്പോൾ അതെന്താ സംഭവം? ചാരുപടിക്ക് കണ്ണൂർ ഭാഗത്ത് പറയുന്ന ഇരുത്തി എന്നാണ്. നിങ്ങൾ ഇരുത്തിയിലിരിക്കി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഭാഷാഭേദങ്ങൾ ഇതുപോലെ പാട്ടുകളിലുണ്ട്, ഗാനങ്ങളിലുണ്ട് പ്രാദേശിക ഭാഷാ പ്രയോഗങ്ങൾ. വേളിക്ക് വെളുപ്പാങ്കാലെന്ന് ഒരു കണ്ണൂകാരനും പാടില്ല. വേളിക്ക് വെളുപ്പാങ്കാലം താലിക്ക് കുരുത്തോല കോടിക്ക് കന്നിനിലാവ് സിന്ദൂരത്തിന് മൂവന്തി, അങ്ങനെ പാടും. തിരുവനന്തപുരത്തുകാരന് പാട്ടില്ലേ? ഉണ്ടല്ലോ. ഭൂമിക്ക് നിന്നെ കണ്ടിട്ട് പ്യാടി 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 ഗഗനമേ, അങ്ങനെയാണ് തിരുവനന്തപുരത്തുകാരൻ പാടിയത്. തൃശ്ശൂർക്കാരനുണ്ടല്ലോ പാട്ട്, ഏത്? കൂടിയാട്ടം കാണാൻ കുത്തമ്പലത്തിൽ കുന്നിക്കൂടിയിരിക്കാൻ എന്തൊട്ടാണ്, അതൊരു ക്നാവണ് വന്നതൊരു ക്ടാവണ്. എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഈ ഭാഷാഭേദങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പെർഫോമൻസ് ചെയ്യുന്നതൊക്കെ ആലോചിക്കുന്നുണ്ട്, ഇത് എന്തിനു വേണ്ടിയാണ്? സത്യം പറയാമല്ലോ, നമ്മളിൽ നിന്ന് ചോർന്നു പോകുന്നത് കോട്ടയം, നമ്മളിൽ നിന്ന് ചോർന്നു പോകുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രാദേശിക നമ്മുടെ സംസാര ഭാഷയാണ്. അതാണ് ഇല്ലാതാകുന്നത്. സാഹിത്യം ഇവിടെ ഉണ്ട്, സാഹിത്യകൃതികളുണ്ട്, എല്ലാമുണ്ട്. നമ്മൾ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ മലയാള ഭാഷയുണ്ട്. പക്ഷേ ഇതാണ് ചോർന്നു പോകുന്നത്. ഇപ്പോൾ കോട്ടയത്ത് പോയി കഴിഞ്ഞാൽ പറയുന്നത് എന്നാ വളിപ്പാ എന്നാണ്. എന്നെ ജയരാജ് വാരി എന്നാ വളിപ്പനാ, ഉഗ്ര വളിപ്പല്ലയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചെറുതാക്കല്ല, തമാശയ്ക്ക് വളിപ്പെന്നാ പറയുന്നത് അവിടെ. സൂപ്പർ വളിപ്പ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഇതെന്താ കുഴപ്പം, എനിക്കറിയാൻ മേല, നീ എന്നായാലും വളിപ്പല്ലയോ എന്ന് തമാശയ്ക്ക് പറയുന്നവർ. അപ്പോൾ ഈ പ്രാദേശികമായ നമ്മുടെ ഈ ഓരോ വാക്കിലും നമ്മൾ ഉച്ചരിക്കുന്ന ഓരോ വാക്കിലും ചിരിയുണ്ട്. ചിരി എന്ന് പറയുന്നത് ഇപ്പം തന്നെ നിങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷമായി. കാരണം ചിരിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ചിരിയുടെ കാത് എന്ന് പറയുന്നത്, അതിലൂടെ വരുന്ന കാമ്പ് നമ്മുടെ അലസങ്ങളായിട്ടുള്ള നമ്മുടെ എല്ലാത്തിനെയും മാറ്റി നമ്മളെ എല്ലാവരെയും വേറൊരു അവസ്ഥയിൽ എത്തിക്കുക എന്നുള്ളതാണ്. സത്യം പറയാലോ, ഒരു വട്ടം ചിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ മുഖത്തെ 37 മസിലുകൾക്ക് ഒരു വലിയ വ്യായാമം കിട്ടുന്നതാണ് വലിയൊരു ശാസ്ത്രകാരൻ പറഞ്ഞു. 37 മസിൽ. അപ്പോൾ ഒന്ന് പൊട്ടിച്ചിരിച്ചു കഴിഞ്ഞാൽ 80ഓളം മസിലുകൾക്ക് വലിയ മാറ്റം വരും, വായുസഞ്ചാരം നടക്കുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് ചിരിയുടെ കൂടെയുള്ള ഒരാൾ എന്ന നിലയ്ക്കാണ് ഞാനിവിടെ ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരും ചിരിയെ ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത്, ഇവിടെ വന്നപ്പോൾ വിചാരിച്ചത് ചർച്ചയൊക്കെ കഴിയുമ്പോഴേക്കും കുറച്ച് ആൾക്കാരൊക്കെ സ്ഥലം വിട്ടിട്ട് നമ്മൾ കരയേണ്ടി വരുമോ എന്ന് വിചാരിച്ചു. പക്ഷേ സദസ്സ് വളരെ ഗംഭീരം. സദസ്സിനാണ് എൻ്റെ ഒരു കയ്യടി. നമസ്കാരം. എൻ്റെ പേര് സോണി. എൻ്റെ ചോദ്യം ജയരാജ് വാര്യരോട് തന്നെയാണ്. ആദ്യത്തെ ചോദ്യം, അതായത് ഏത് തരത്തിലുള്ള ഹാസ്യമാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത്? ഇപ്പോൾ താങ്കൾ പറഞ്ഞു, ഭാഷയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ദൃശ്യാധിഷ്ഠിതമായിട്ടുള്ള ഹാസ്യമുണ്ട്, അതുപോലെ തന്നെ വാച്യാധിഷ്ഠിതമായ ഹാസ്യമുണ്ട്. ചിലത് കണ്ടക്സ്റ്റ് ബേസ്ഡ് ആണ്. ഉദാഹരണത്തിന് നമുക്ക് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലെ കള്ളനായിട്ട് ശ്രീനിവാസൻ വരുന്ന അദ്ദേഹത്തെ ഓടിച്ചു പിടിക്കുന്നതായിട്ടുള്ള അത്തരത്തിലുള്ള കണ്ടക്സ്റ്റലായിട്ടുള്ള ഹാസ്യമുണ്ട്. ഏതാണ് ഏറ്റവും സ്ട്രോങ്? അതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം പൗലോസ് സാറിനോടാണ്. നേരത്തെ ജയരാജ് വാര്യർ പറഞ്ഞു, നമ്മുടെ മഹാത്മാവിൻ്റെ ഹാസ്യം അവസാനിച്ചതിനെക്കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ചിരി അവസാനിപ്പിച്ചതിനെക്കുറിച്ച് പറഞ്ഞു. ആ ചിരി അവസാനിപ്പിച്ചവരാണ് ഇന്ന് ഭരണത്തിലുള്ളത്. നമുക്കറിയാം 1940 ലോകം കണ്ട ഏറ്റവും മികച്ച സിനിമയായിരുന്നു ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർഷിപ്പ്. ചാർലി ചാപ്ലിനെ പോലെയുള്ള ഒരു ഹാസ്യ സാമ്രാട്ട് എങ്ങനെയാണ് തൻ്റെ ആക്ഷേപഹാസ്യത്തിലൂടെ ഹിറ്റ്ലറെ നേരിട്ടത്. പക്ഷേ ഇന്ത്യയിൽ ഇന്ന് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാത്തത്? താങ്ക് യു. രണ്ടാമത്തെ ചോദ്യം എന്നോടല്ല എന്നത് തന്നെ ഏറ്റവും വലിയ ആശ്വാസത്തിൻ്റെ ഒരു ചിരി. അതിലെനിക്കൊരു ചിരി വന്നു. കാരണം അതൊക്കെ ചോദിച്ചാൽ ഞാൻ കുഴങ്ങിപ്പോവും. അതൊക്കെ ഇവരെ പോലെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ രംഗത്തും അതുപോലെ എന്താ പറയുക രാഷ്ട്രീയ പത്രപ്രവർത്തനം എന്നൊക്കെ പറയാം ദേശം. അതെ, അല്ല എന്നോട് ചോദിച്ചാൽ എനിക്ക് മറുപടി ഉണ്ട്, പക്ഷെ അത് തനിച്ചേ പറയാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് നർമ്മം, ഹാസ്യം എന്ന് പറയുന്നത് ഏത് തരത്തിലായാലും ആസ്വാദികരം തന്നെയാണ്. പക്ഷേ ദൃശ്യമാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അത് ജനങ്ങളുടെ മുന്നിൽ പെർഫോം ചെയ്യുമ്പോഴാണ് കിട്ടുന്ന ഏറ്റവും വലിയ ആനന്ദം. അതിനേക്കാൾ ഒരു വലിയ അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. അതൊരു 7000ഓളം വേദികളിൽ നിന്നിട്ടുള്ള ഒരു പെർഫോമറുടെ ഒരു ആനന്ദം കൂടിയാണെന്ന് കൂട്ടിക്കൊള്ളൂ. പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, അഴീക്കോട് മാഷിൻ്റെ ഒരു വിമർശനം പറഞ്ഞല്ലോ, നമ്മുടെ ജോസ് പനച്ചിപ്പുറം അദ്ദേഹം. അഴീക്കോട് മാഷ് അദ്ദേഹത്തെ തന്നെ വിമർശിച്ചിട്ടുള്ള ഒരുപാട് പരിപാടികളുണ്ട്.
ഒരു സ്ഥലത്ത് അഴീക്കോട് മാഷ് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ മുൻ മന്ത്രി, മുൻ MLA, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, മുൻ ജഡ്ജി ഒക്കെ ഇരിക്കുക. അപ്പോൾ ഇവരെയൊക്കെ പരിചയപ്പെടുത്തി കഴിഞ്ഞ് അഴീക്കോട് മാഷ് സ്വാഗത പ്രസംഗത്തിന് ചെന്നപ്പോൾ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും മുന്നാണ്. മുൻ മന്ത്രി, മുൻ MLA, മുൻ ജഡ്ജി, മുൻ ജനപ്രതിനിധി. അങ്ങനെയാണെങ്കിൽ എനിക്കും ചേരും ഒരു പദം, മുൻകോപി. അങ്ങനെയുള്ളൊരു മുൻകോപി ആയതുകൊണ്ടാണ് പനച്ചിക്ക് കത്തെഴുതിയത് കേട്ടോ. അത് പനച്ചിയെ വളരെ വിഷമിപ്പിച്ചു എന്നറിയുന്നതിൽ വലിയ ദുഃഖം. സത്യത്തിൽ പനച്ചിക്കല്ല എഴുതേണ്ടത്, ഞാൻ അതിൻ്റെ പത്രാധിപർക്കാണ് എഴുതേണ്ടത്. അത് പനച്ചിയുടെ പേരിൽ ലേഖനം വന്നതുകൊണ്ട് പനച്ചിയായിപ്പോയി എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ പച്ചയ്ക്ക് പറയേണ്ടതായിരുന്നു കേട്ടോ. ചോദ്യത്തിൻ്റെ ചാപ്ലിൻ്റെ ഡിക്റ്റേറ്ററിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ ഗാന്ധിയും ചാപ്ലിനും തമ്മിലുണ്ടായ ഒരു സംഭാഷണത്തിൽ നിന്ന് തുടങ്ങാം. രണ്ടാം വട്ടമേശ സമ്മേളനത്തിന് ഗാന്ധി ചെല്ലുമ്പോൾ ചാർലി ചാപ്ലിനെ കാണുന്നുണ്ട്. ചാപ്ലിൻ വരുന്നുണ്ട് ഗാന്ധിയെ കാണാൻ. അപ്പോൾ ഗാന്ധിക്ക് സത്യത്തിൽ ചാപ്ലിൻ ആരാണെന്ന് അറിയില്ല ചാപ്ലിൻ ആരാണ്. ഗാന്ധി അത് പറയുന്നുണ്ട്. പിന്നെ ചാപ്ലിൻ പറഞ്ഞത്, പിന്നീട് ഞങ്ങൾ സംസാരിച്ച മുഴുവൻ സമയവും ചിരിച്ചതും ചിരിപ്പിച്ചതും ഗാന്ധിയാണ്, ഞാനല്ല. ഞാൻ നിശബ്ദമായി ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഗാന്ധി പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് എന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരം ഭാവിയാണ് കൊടുക്കേണ്ടത്. പക്ഷേ വർത്തമാനകാലത്തിലാണ് അതിൻ്റെ രൂപപ്പെടലുകൾ. എല്ലാവരും രാജാവ് വിളമ്പിയ പായസം കുടിച്ചപ്പോൾ രാജാവ് പറഞ്ഞല്ലോ പായസത്തിന് കയ്പാണ് എന്ന് പറഞ്ഞപ്പോൾ അടിയന് ഈ കയ്പ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ പറയാൻ എത്ര പേരുണ്ട് എന്നുള്ളതൊരു പ്രശ്നമാണ്. അത് ഇപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുകയും നമ്മുടെ മനസ്സ് ആ വിഗ്രഹങ്ങളുടെ ശ്രീകോവിലുകളാക്കി മാറ്റുകയും എന്നിട്ട് ആ ശ്രീകോവിലിലും ആ ആരാധനാ വിഗ്രഹത്തിനും നേരെ വരുന്ന ചോദ്യങ്ങളുടെ നേരെ അസഹിഷ്ണുതകൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം നമ്മുടെ മനസ്സിൽ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന വിഗ്രഹങ്ങളാണ്. അതിനെ ഇളക്കാൻ അതാണോ ശരി എന്നൊരിക്കൽ ചോദിക്കേണ്ടിയിരിക്കുന്നു. ബുദ്ധനെക്കുറിച്ചൊരു കഥയുണ്ട്. ബുദ്ധൻ ഒരിക്കൽ ഒരാൾക്ക് തോന്നി, അയാളിങ്ങനെ ദൈവവിശ്വാസം ഇല്ലാതെ ജീവിച്ച ഒരാളാണ്. അയാൾക്ക് ദൈവവിശ്വാസമില്ല. വയസ്സായപ്പോൾ അയാൾക്കൊരു സംശയം, ദൈവം ഉണ്ടോ ഇല്ലയോ? ദൈവം ഉണ്ടെങ്കിൽ ഞാൻ ഇത്രയും നാളും ചെയ്തതൊക്കെ തെറ്റാണല്ലോ, ഞാൻ ചെയ്തത് വലിയ അബദ്ധമാണല്ലോ. ഇയാൾ അസ്വസ്ഥനാണ്. ഇയാളിങ്ങനെ അസ്വസ്ഥനായി നടക്കുമ്പോൾ ഇയാൾക്കൊരു സ്ഥലത്തൊന്നും ഉത്തരം കിട്ടുന്നില്ല. ദൈവം ഉണ്ടോ ഇല്ലയോ, ഇതാണ് ഇയാൾക്ക് അറിയേണ്ടത്. ഇയാളില്ല എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഇങ്ങനെ ആൽത്തറയിൽ ഒരു യോഗി ഇരിക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ ചെന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞു. ഇയാൾ 1-2 ദിവസം നടന്ന് ഈ ആൽത്തറയിലെ യോഗിയെ കണ്ടു. ബുധനാണ്. ബുധനോട് ചോദിച്ചു, ദൈവം ഉണ്ടോ ഇല്ലയോ? ബുധൻ പറഞ്ഞു, ദൈവമുണ്ട്. അയാൾ തൃപ്തനായി. അയാൾക്കൊരു ഉത്തരം കിട്ടി, ദൈവമുണ്ട്. ഇതേ സന്ദർഭത്തിൽ തന്നെ വേറൊരാൾക്കൊരു സംശയം. അയാൾ ദൈവം ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ്. അതനുസരിച്ചുള്ള ആചാരങ്ങളും രീതികളും ഒക്കെ അനുസരിച്ച് അതൊക്കെ അനുഷ്ഠിച്ചിരുന്ന ഒരാളാണ്. അയാൾക്കൊരു സംശയം, ദൈവം ഉണ്ടോ ഇല്ലയോ? അപ്പോൾ ഇയാൾ ഇതുപോലെ തന്നെ അസ്വസ്ഥനായപ്പോൾ മറ്റേയാൾ പറഞ്ഞു, ഇങ്ങനെ ഒരു യോഗിയുണ്ട്, അയാളുടെ അടുത്ത് ചെന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടും. അയാൾ ബുധനെ കാണാൻ ചെന്നു. ബുധനോട് ചോദിച്ചു, ദൈവം ഉണ്ടോ? ബുധൻ പറഞ്ഞു, ഇല്ല. അയാൾ പോയി. ഇത് രണ്ടും കേട്ടുകൊണ്ട് വന്ന് ശിഷ്യനുണ്ടായിരുന്നു. ശിഷ്യൻ ചോദിച്ചു, അല്ല അതെന്താണ് ഗുരു, ഒരാളോട് ഉണ്ട് എന്നും ഒരാളോട് ഇല്ല എന്നുമാണല്ലോ അങ്ങ് ഉത്തരം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ മറുപടി അന്വേഷിച്ച് കണ്ടെത്തണം. ഉണ്ട് എന്നുള്ളതിൽ ഉറക്കരുത്, ഇല്ല എന്നുള്ളതിൽ ഉറക്കരുത്. ജീവിതം അന്വേഷണമാണ്, നിരന്തരമായ അന്വേഷണം. ആ അന്വേഷണത്തിന് വേണ്ടിയാണ് ഞാനങ്ങനെ ഉത്തരം പറഞ്ഞത് എന്ന് ബുദ്ധൻ പറയുന്നുണ്ട്. അന്വേഷണമാണ്. ഞാൻ എനിക്ക് അവസാനിപ്പിക്കുന്ന സമയത്ത് പൊതുവേ നമ്മുടെ ഒരു അന്തരീക്ഷത്തെക്കുറിച്ചും നമ്മുടെ ഒരു ഭീതിയുടെ അന്തരീക്ഷത്തെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. എനിക്ക് ബെർട്ടോൾഡ് ബ്രെസ്റ്റ് എഴുതിയ ഒരു കഥയുണ്ട്, അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു വലിയ ആജാനുബാഹുവായ ഒരാളുടെ വീട്ടിൽ വരുന്നു. ഒരാളുടെ വീട്ടിൽ വന്നിട്ട് കോളിംഗ് ബെല്ലടിച്ചു. വാതിൽ തുറന്നിട്ട് ഞാൻ കടന്നോട്ടെ എന്ന് പറഞ്ഞ് ഇയാളങ്ങ് കടക്കുകയാണ്. അയാളുടെ ഉത്തരത്തിന് കാത്തു നിൽക്കുന്നില്ല, അയാൾ കടക്കുകയാണ്. കടന്നിട്ട് അയാൾ വാതിലടച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ വീട്ടുകാരൻ
ഇയാളുടെ അടിമയാണ്. അയാളെപ്പോലെ അയാൾ പറയുന്നത് മുഴുവൻ ചെയ്ത് അയാളുടെ മുഴുവൻ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അയാളുടെ അടിമയെപ്പോലെ അയാൾ ശേഷിക്കുന്ന കാലം ജീവിക്കുകയാണ്. ഒടുവിൽ ഇയാൾക്ക് അസുഖം വന്ന് ഈ അതിഥിയായി വന്ന അയാൾ മരിച്ചു കഴിഞ്ഞ് വീട്ടുകാരൻ അയാളെ ശവം സംസ്കരിച്ചതിന് ശേഷം വീട്ടിൽ വന്ന് തുറന്നു കിടക്കുന്ന വാതിൽ വലിച്ചടച്ചുകൊണ്ട് അയാൾ പറഞ്ഞു നോ എന്ന് പറഞ്ഞു. പക്ഷേ നോ എന്ന് പറയാൻ വൈകിപ്പോയി. നോ എന്ന് പറയാൻ വൈകരുത് എന്ന് ഈ കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നന്ദി. എല്ലാവർക്കും നന്ദി പറയേണ്ട ഒരു സമയമാണ്. അപ്പോൾ സംഘാടകർ നമുക്ക് തന്നിരിക്കുന്ന സമയം അവസാനിക്കാൻ പോവുകയാണ്. പാനലിലുള്ളവർ എൻ്റെ സ്നേഹിതരും സഹപ്രവർത്തകരും ഒക്കെ ആയിരുന്ന വ്യക്തികൾ, അവരോട് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നത്. നന്ദി കൂടുതലായി പറയേണ്ടത് ഒരു പാനൽ ഡിസ്കഷൻ കേൾക്കാൻ സാഹിത്യ അക്കാദമിയുടെ ഈ അന്തരീക്ഷത്തിലല്ലാതെ ഇത്രയധികം ആളുകൾ ഒരുമിച്ച് ഈ 1.5 മണിക്കൂർ കാത്തിരിക്കില്ല എന്നുള്ളത് അനുഭവസ്ഥരാണ് ഞങ്ങളെല്ലാവരും. ജയരാജ് പറഞ്ഞ പോലെ ഏറ്റവും വലിയ നന്ദി ഇത് കേട്ടിരിക്കുകയും ഇതിൽ നിന്ന് എന്തെങ്കിലും ഉൾക്കൊള്ളാനുണ്ടോ എന്ന ആകാംക്ഷയോട് നോക്കിയിരിക്കുകയും ചെയ്യുന്ന നിങ്ങളോട് തന്നെയാണ്. ഗാന്ധിയുടെ രക്തസാക്ഷി ദിനം, പാൽപുഞ്ചിരി പൊഴിച്ചിരുന്ന ഗാന്ധിയുടെ പ്രസക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്ന് ഇപ്പോഴത്തെ ഭരണാധികാരികളും വിശ്വസിക്കുന്നില്ല. കാരണം ഗാന്ധിജി ഇരിക്കുന്ന ഒരു കടലാസിന് നല്ല വിലയുണ്ട്. വൻ നേതാക്കളെ പോലും പാട്ടിലാക്കാൻ ആ കടലാസ് മതി എന്ന് അവർക്കറിയാം. നന്ദി, നമസ്കാരം. ചിരിയുടെ കാതും കാമ്പും എന്ന വിഷയത്തിൽ നടന്ന പാനൽ ചർച്ച സമാപിച്ചു. അധ്യക്ഷത വഹിച്ച ആർ ഗോപാലകൃഷ്ണൻ, നമ്മളോട് സംബന്ധിച്ച ജോസ് പനച്ചിപ്പുറം, MM പൗലോസ്, ജയരാജ് വാര്യർ, എല്ലാവർക്കും നന്ദി.